ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വൈസ്. ഇപ്പോ എല്ലാവർക്കും എന്നെ ഓർക്കുന്നുണ്ടാവും, ഫസ്റ്റ് സെഷനിൽ നമ്മളൊന്ന് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇന്ന് 2 സെഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയിരുന്നു. നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും പരിചയപ്പെട്ടു, ആരാണ് എന്താണെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. സെക്കൻഡ് സെഷനിലൂടെ നമ്മൾ ഇഗ്നോ എന്താണ്, റീജിയണൽ സെന്റർ, സ്റ്റഡി സെന്റർ തുടങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ വന്നിട്ടുള്ളത് 3ാമത്തെ സെഷനുമായിട്ടാണ്. നമ്മുടെ ഇന്നോവേറ്റീവ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്നുള്ള സെഷനാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സെഷൻ ഒന്ന് നോക്കാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നോവേറ്റീവ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡൽ ലേണിംഗ്. എങ്ങനെയാണ് നമ്മൾ മോഡൽ ലേണിംഗിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ലേൺ വൈസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു സിലബസ് ഡീകോഡിങ് ചെയ്യാനുണ്ട് ഇന്ന്. എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഇപ്പൊ MBA ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ചില ആൾക്കാരൊക്കെ പഠനം തുടങ്ങിയിട്ടുണ്ടാവും, സബ്ജക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ആയിട്ടുണ്ടാവും, അതില്ലാത്ത ആൾക്കാരെ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് പഠിക്കാൻ, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ സെക്ഷനിൽ നമ്മൾ നിങ്ങൾ ടൈം ടേബിൾ ഔട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഔട്ട് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സും തന്നെ സ്പോട്ട്ലൈറ്റ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ സെഷൻ നമ്മൾ നടത്തുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തന്നെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പഠിക്കുന്ന സിലബസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠിക്കുമ്പോൾ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. നോർമലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ആപ്പൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റിൽ ഏകദേശം സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തവരുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരൊക്കെ കാണും അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് MMPC 001 മുതൽ അതുപോലെ തന്നെ MMPC 014 വരെയുള്ള പേപ്പേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും, അപ്പൊ ഓരോ സെമ്മിൽ 7 പേപ്പർ വീതം, അവിടെ 14 പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ട് ഉണ്ടാവാം. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ഏകദേശം ഏതൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഇതിനകത്ത് ഗ്രീനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഫുള്ളി അവൈലബിൾ എന്ന്. ഫുള്ളി അവൈലബിൾ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് അതിന്റെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും എല്ലാം കംപ്ലീറ്റ് നിങ്ങൾക്ക് ആ ഓരോ പേപ്പറിനും അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് നോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് സൈഡിലായിട്ട് എല്ലാ 4 ക്രെഡിറ്റ്സ് പേപ്പേഴ്സ് ആണ് വരുന്നത്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് പഠിക്കാൻ എത്രത്തോളം അവേഴ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. 1 ക്രെഡിറ്റ് ഇസ് ഇക്വൽ ടു 30 ഹവേഴ്സ് ആണ്. അപ്പൊ 4 ക്രെഡിറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ, ഏകദേശം ഒരു 120 ഹവേഴ്സ് എങ്കിലും നമ്മൾ ആ ഒരു പേപ്പർ പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് പേപ്പർ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് MMPC 001 ആണത്, മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ്. സെക്കൻഡ്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്, MMPC 003 ബിസിനസ് എൻവയോൺമെന്റ്, 004 അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ്, 005 quantitative analysis for managerial applications, 006 മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, 007 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിലെ പേപ്പേഴ്സ് വരുന്നത്. പിന്നെ ബാക്കി സെക്കൻഡ് സെമ്മിലെ പേപ്പേഴ്സ് ആണ് MMPC 008 മുതലുള്ളത്, ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ്. 9 വരുന്നത് മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് 10 വരുന്നത് മാനേജീരിയൽ ഇക്കണോമിക്സ്. 11 വരുന്നത് സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ്. 12 വരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. 13 വരുന്നത് ബിസിനസ് ലോ. നെക്സ്റ്റ് 14 വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കോർ പേപ്പർ ആയിട്ട് 0015 മുതൽ ഏകദേശം 20 വരെ നമുക്ക് കോർ പേപ്പേഴ്സ് ആണ് വരുന്നത്. ബാക്കി അങ്ങോട്ട് നമുക്ക് ഇലക്ടീവ്സ് ആണ്. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനുള്ള ഇലക്ടീവ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ കോർ പേപ്പറിന്റെ കൂടെ നമുക്ക് പ്രൊജക്ട് വരുന്നുണ്ട് അല്ലെ. സെക്കൻഡ് ഇയറിൽ നമുക്ക് പ്രൊജക്ടിന്റെ പേപ്പർ വരുന്നുണ്ട്. അതാണ് നമ്മുടെ MMPP 001 എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ആണ്. അത് നമുക്ക് പ്രൊജക്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. സ്റ്റഡി സെന്റർ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ കോർ പേപ്പേഴ്സും ഇലക്ടീവ് പേപ്പേഴ്സും ആണ് നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ വരുന്നുണ്ടാവുക. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പേപ്പേഴ്സ് വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സിന്റെ HRM വരുന്നുണ്ട്. അതുപോലെ തന്നെ
ഹെൽത്ത് കെയറിന്റെ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെതായിട്ടുള്ള ഇലക്ടീവ് പേപ്പേഴ്സ് നമുക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഇലക്ടീവ്സും നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന സമയത്ത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോ സബ്ജക്റ്റിനകത്തും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് പേപ്പർ ആയിട്ട് വരുന്നത് MMPC 001 ആണ്. മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് ആണ് നമ്മുടെ ഫസ്റ്റ് പേപ്പർ വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ്, സെക്കൻഡ് ബ്ലോക്ക് മാനേജീരിയൽ പ്രോസസ്, തേർഡ് ബ്ലോക്ക് വരുന്നത് മാനേജീരിയൽ പ്രോസസ് എന്റെ സെക്കൻഡ് പാർട്ടാണ്. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ പ്രോസസ്, ഫോർത്ത് ബ്ലോക്ക്. ഇങ്ങനെ 4 ബ്ലോക്കുകളാണ് അതിനകത്ത് ഉള്ളത്. ഇനി ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റിനകത്ത് നമുക്ക് 3 യൂണിറ്റ് ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. ഫസ്റ്റ് യൂണിറ്റ് ഒരു ഓവർവ്യൂ ആണ്, മാനേജ്മെന്റ് എന്താണെന്നുള്ള ഒരു ഓവർവ്യൂ തരും. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റിന്റെ ഇവല്യൂഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നുണ്ടാവുക. തേർഡ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക റോൾസ് ഓഫ് മാനേജേഴ്സ് ആണ്. എന്തൊക്കെയാണ് മാനേജേഴ്സിന്റെ റോൾസ് വരുന്നത് എന്നാണ് നമ്മൾ ആ യൂണിറ്റിൽ പഠിക്കുക. ഇങ്ങനെ 3 യൂണിറ്റിലായിട്ടാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്ക് ആണ്. സെക്കൻഡ് ബ്ലോക്ക് മാനേജീരിയൽ പ്രോസസ് ആണ്. മാനേജീരിയൽ പ്രോസസ്സ് 2 ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും 2 ബ്ലോക്കിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് മാനേജീരിയൽ പ്രോസസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ബ്ലോക്ക് 2 മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഇനി അതേ സെക്കൻഡ് പാർട്ട് ബ്ലോക്ക് 3 മാനേജീരിയൽ പ്രോസസ്സിന്റെ സെക്കൻഡ് പാർട്ട് പറയുന്നത് അവിടെ അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കൺട്രോളിങ്ങും അതുപോലെ തന്നെ ലീഡിങ് ആൻഡ് മോട്ടിവേറ്റിങ്ങും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങും, ഇങ്ങനെ ഒരു 3 യൂണിറ്റിലായിട്ടാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഫോർത്ത് ബ്ലോക്കിൽ നമ്മൾ ഓർഗനൈസേഷണൽ പ്രോസസ് ആണ് അവിടെ പഠിക്കുക. അവിടെ നമുക്ക് 5 യൂണിറ്റിലാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചെടുക്കുന്നത്. അതിനകത്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, ഓർഗനൈസേഷൻ കൾച്ചേഴ്സ്, അതുപോലെ തന്നെ മാനേജിങ് ചേഞ്ച്, അതുപോലെ തന്നെ എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ ഏകദേശം ഇത്രയും ഭാഗങ്ങൾ പഠിക്കുമ്പോഴേക്ക് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യും? നമ്മുടെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള MMPC 001 മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ പ്രോസസ് എന്നുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് MMPC 002 ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് തന്നെ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ പറയുന്നത്. അതും തന്നെ 3 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ കൺസെപ്റ്റ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് HRM. എന്താണ് ഹ്യൂമൻ റിസോഴ്സസ്, എങ്ങനെയാണ് അത് ഇവല്യൂഷൻ നടന്നിട്ടുള്ളത്, എന്താണ് കൺസെപ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ HRMന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് സെക്കൻഡ് യൂണിറ്റ്. തേർഡ് യൂണിറ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എൻവയോൺമെന്റ് ആൻഡ് HRM അതിന്റെ എൻവയോൺമെന്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സോഴ്സിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ 4 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ആ ഒരു പേപ്പർ പഠിക്കുന്നുണ്ട്, ആ ഒരു ബ്ലോക്ക് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ആൻഡ് ഇവാലുവേഷൻ, നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ദ ലാസ്റ്റ് വൺ സോഷ്യലൈസേഷൻ ആൻഡ് മൊബിലിറ്റി. ഇങ്ങനെ ഇത്രയും ചാപ്റ്ററിലാണ് നമ്മൾ ആ ഒരു സെക്കൻഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി തേർഡ് ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ 4 യൂണിറ്റിലായിട്ടാണ് ഇത് പഠിക്കുന്നുണ്ടാവുക. പെർഫോമൻസ് അപ്രൈസല്, നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കരിയർ ഡെവലപ്മെന്റ്, നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇനി നെക്സ്റ്റ് യൂണിറ്റ് പറയുന്നത് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെന്റ്. അപ്പൊ ഇങ്ങനെ 4 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ആ ഒരു തേർഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് 4 ആണ് പറയുന്നത് എംപ്ലോയർ എംപ്ലോയി റിലേഷനെ കുറിച്ചിട്ടാണ് ആ ഒരു ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതും തന്നെ 3 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എംപ്ലോയി എംപവർമെന്റ്, അതുപോലെ തന്നെ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസിപ്ലിൻ മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ യൂണിയൻ ആൻഡ് അസോസിയേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് നമ്മൾ തേർഡ് പേപ്പർ ആയിട്ടുള്ള MMPC 003 ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബിസിനസ് എൻവയോൺമെന്റിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റ് ആണ് പറയുന്നത്. അത് 4 യൂണിറ്റുകളിലായിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ്, എന്താണ് ബിസിനസ് എന്താണ് എൻവയോൺമെന്റ് എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്,
സോഷ്യോ കൾച്ചറൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. ലാസ്റ്റ് വൺ ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. രണ്ടിനകത്തും അത് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ 4 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് ബ്ലോക്ക് ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ഇക്കണോമിയാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു ഓവർവ്യൂ ആണ് നമ്മളവിടെ പഠിക്കുന്നുണ്ടാവുക. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്തൊക്കെയാണെന്ന് പഠിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി ഫ്രെയിംവർക്ക് എന്താണെന്ന് പറയും. അതുപോലെ തന്നെ അഗ്രി ബിസിനസ് എൻവയോൺമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഇനി തേർഡ് ബ്ലോക്ക് ആയിട്ടുള്ള സ്ട്രക്ചറൽ റിഫോംസ് ആണ് പറയുന്നത്. അത് നമ്മൾ 2 യൂണിറ്റ് ആണ് അതിനകത്ത് വരുന്നത്. ന്യൂ ഇക്കണോമിക് പോളിസിയെ കുറിച്ചും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസിക്കൽ സെക്ടർ റിഫോംസ് ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിനകത്ത് നമുക്ക് 5 ചാപ്റ്റർ ആയിട്ടാണ് നമ്മളത് പഠിക്കുന്നുണ്ടാവുക. 5 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അതിലെ ഓരോ യൂണിറ്റും പറയുന്നത് ഒന്ന് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, BOP എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ സോഴ്സ് ഓഫ് ഗ്ലോബൽ ഫിനാൻസിങ് എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്തൊക്കെയാണ് വരുന്നത് എന്നും അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി MMPC ആണ്, അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് ആണ് നമ്മുടെ പേപ്പറിന്റെ പേര്. അത് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ അക്കൗണ്ടിങ് ആൻഡ് ഓവർവ്യൂ, അക്കൗണ്ടിങ്ങിന്റെ ഒരു ഓവർവ്യൂ ആണ്. ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യമേ പഠിക്കുക. അത് 5 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ടിങ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടാവുക. ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കാര്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക. ഫസ്റ്റ് ബ്ലോക്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ബേസ് ആണ്. നിങ്ങൾക്ക് പല പാർട്ടിൽ നിന്ന് വരുന്ന ലേണേഴ്സ് ഉണ്ടാവില്ലേ, അപ്പൊ അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പക്ക ബേസ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്ലാസിഫൈങ് കോസ്റ്റ്. നെക്സ്റ്റ് യൂണിറ്റ് പറയുന്നത് അബ്സോർപ്ഷൻ ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. 8th യൂണിറ്റ് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ABC, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 3ലോട്ട് പോകുന്ന സമയത്ത് അപ്ലിക്കേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. അവിടെ യൂണിറ്റ് 9, 3 യൂണിറ്റിലായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ് ആണ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് അതിനകത്ത് ബജറ്റിംഗ് ആൻഡ് ബജറ്ററി ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് പറയുന്നത് വേരിയൻസ് അനാലിസിസ് ആണ്. ഇനി നെക്സ്റ്റ് ബ്ലോക്ക്, 4th ബ്ലോക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ് വരുന്നത്. അതും തന്നെ 3 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ആനുവൽ റിപ്പോർട്ട്സ്. നെക്സ്റ്റ് വൺ പറയുന്നത് കമ്പാരിറ്റീവ് കോമൺ സൈസ് ആൻഡ് ട്രെൻഡ് സ്റ്റേറ്റ്മെന്റ്സ്. ലാസ്റ്റ് യൂണിറ്റ് പറയുന്നത് റേഷ്യോ അനാലിസിസ്. ഇനി 5th ബ്ലോക്ക് ആയിട്ട് പറയുന്നത് എമേർജിംഗ് ഇഷ്യൂസ് ഇൻ അക്കൗണ്ടിങ് ആണ്. അതിനകത്ത് മെയിൻ ആയിട്ട് 2 യൂണിറ്റ് ആണ് വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഫോറൻസിക് അക്കൗണ്ടിങ്ങും. ഈ 2 യൂണിറ്റ് ആണ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് പേപ്പർ നമ്മൾ പറയുന്നത് MMPC 005 ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ അപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ പേപ്പർ. അതിന്റെ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് നമ്മൾ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 4 യൂണിറ്റിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. കളക്ഷൻ ഓഫ് ഡാറ്റ, നെക്സ്റ്റ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് വേരിയൻസ് ആൻഡ് സ്ക്യൂനെസ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുക. സെക്കൻഡ് ബ്ലോക്ക് ആയിട്ട് വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അതിനകത്ത് ബേസിക് കൺസെപ്റ്റ്, പ്രോബബിലിറ്റിന്റെ ബേസിക് കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. 4 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലോക്ക് പഠിക്കുന്നുണ്ടാവുക. ബേസിക് കൺസെപ്റ്റ് പഠിക്കും പ്രോബബിലിറ്റിയുടെ. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് പറയും. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറയും. അതുപോലെ തന്നെ ഡിസിഷൻ തിയറി നമ്മൾ ആ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് തേർഡ് ബ്ലോക്ക് ആണ് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. അത് 4 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സാമ്പിളിംഗ് മെത്തേഡ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് അവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഹൈപ്പോത്തീസിസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ കൈ സ്ക്വയർ ടെസ്റ്റിനെ കുറിച്ചിട്ടും ആ ഒരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇത്രയാണ് തേർഡ് ബ്ലോക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി 4th ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഫോറൻസിക് മെത്തേഡ് ആണ്, ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് പറയുന്നത്. അത് 4 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് ഫോർകാസ്റ്റിംഗും കോറിലേഷൻ, റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ്, ഇങ്ങനെ 4 രീതിയിലുള്ള ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് സബ്ജക്ട് MMPC 006 ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ്സ് ആണ്. അതില് 4 യൂണിറ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും വരുന്നത്.
മാർക്കറ്റിംഗിന്റെ ഒരു ഓവർവ്യൂ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നുണ്ടാവുക. നെക്സ്റ്റ് ഒരു മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് അതൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് പോകും. നെക്സ്റ്റ് യൂണിറ്റ് പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷനും അതുപോലെ തന്നെ ടാർഗറ്റിംഗും പൊസിഷനിങ്ങും ഒക്കെ ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിലെ ലാസ്റ്റ് യൂണിറ്റ് വരിക കൺസ്യൂമർ ബിഹേവിയർ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഇനി അതിലെ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസ് ആണ് വരുന്നത്. അത് പ്രൊഡക്റ്റ് ഡിസിഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡിങ്, പിന്നെ പാക്കേജിംഗ് ഡിസിഷൻസ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ PLC, അതുപോലെ തന്നെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, എങ്ങനെയാണ് പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അത് ലാസ്റ്റ് വൺ പ്രൈസിങ് ഡിസിഷൻസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രൊഡക്റ്റും പ്രൈസിങ്ങും ആയിട്ടുള്ള ഡിസിഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ടാവുക. ഇനി അതിന്റെ തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസ് ആണ് വരുന്നത്. അത് തന്നെ 4 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്, നെക്സ്റ്റ് അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, നെക്സ്റ്റ് വൺ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് മാനേജിംഗ് സെയിൽസ് പേഴ്സണൽ, ലാസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ്. ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി ഇതിലെ ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് സെക്ടറൽ അപ്ലിക്കേഷൻസ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് ആണ് വരുന്നത്. 3 യൂണിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ അത് എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗിൽ ഉണ്ടാവുന്ന വേറെ എന്തൊക്കെ ഇഷ്യൂസ് ആണോ ഉള്ളത് അതുകൂടെ ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് പേപ്പർ MMPC 007 ആണ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് പേപ്പർ. ഇതിൽ തന്നെ 4 ബ്ലോക്കുകളാണ്. അത് ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ ഓറൽ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക്, ഇനി ബ്ലോക്ക് 3 പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക്, ഇനി ഫോർത്ത് ബ്ലോക്കിൽ പറയാ കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ. അപ്പൊ അതിലെ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ നമ്മൾ 4 യൂണിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. ഫസ്റ്റ് ബേസിസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ ബേസ് എന്തൊക്കെയാണെന്നുള്ളത് പറയും. പിന്നെ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് എന്ന് ഡിസ്കസ് ചെയ്യും. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് പ്ലേസിൽ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി സെക്കൻഡ് ബ്ലോക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് ആണ്. അവിടെ ലിസണിങ് ആൻഡ് റീഡിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇൻ മീറ്റിംഗ്, അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കിൽസ് എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി അതിന്റെ തേർഡ് ബ്ലോക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് ആണ്. അതിനകത്ത് 3 യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ ബേസിസ് ഓഫ് റിട്ടൺ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ വരുന്നത് ഷോർട്ട് ബിസിനസ് കറസ്പോണ്ടൻസ്, നെക്സ്റ്റ് വൺ ലോങ് ബിസിനസ് കറസ്പോണ്ടൻസ്. ഇത്രയാണ് ആ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുക. ഇനി ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ ആണ്. അവിടെ എംപ്ലോയീസിന്റെ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടായിരിക്കും അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെ ടെക്നോളജീസ് ആണ്, ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും പാർട്ടാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കി MMPC 008 മുതൽ നമുക്ക് സെക്കൻഡ് സെമ്മിലോട്ടുള്ള പേപ്പർ ആണ്. അതിലെ ഫസ്റ്റ് പേപ്പർ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ്, 008 ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ്. ഇതിനകത്തും 4 ബ്ലോക്കാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ മാനേജേഴ്സ്, ഇൻഫർമേഷൻ സിസ്റ്റം അനാലിസിസ് ആൻഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്, സപ്പോർട്ട് സിസ്റ്റം ഫോർ മാനേജ്മെന്റ് ഡിസിഷൻസ്. ഈ ഓരോ ബ്ലോക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ മാനേജേഴ്സ് ആണ്. 4 യൂണിറ്റിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇൻഫർമേഷൻ ടെക്നോളജി ഒരു ഓവർവ്യൂ ആയിരിക്കും പറയാം എന്താണ് IT എന്നുള്ളത്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സ്മാർട്ട് ഡിവൈസസ്, നെക്സ്റ്റ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്താണ്, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ടെക്നോളജീസ് ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഇനി അതിന്റെ സെക്കൻഡ് യൂണിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ട് വരുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അവിടെ നമ്മളത് 4 യൂണിറ്റ് ആയിട്ടാണ് പഠിക്കുന്നുണ്ടാവുക. MIS ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് പറയും. പിന്നെ MISന്റെ എക്കണോമിക്സ് ആൻഡ് അതിന്റെ സെക്യൂരിറ്റി എന്തൊക്കെയാണെന്നുള്ളത്, ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ എക്കണോമിക്സും അതുപോലെ തന്നെ അതിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ DSS അതുപോലെ തന്നെ ASMനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറയും. നെക്സ്റ്റ് വൺ ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻസ്. ഇനി തേർഡ് ബ്ലോക്ക് നോക്കുന്ന സമയത്ത് സിസ്റ്റം അനാലിസിസ് ആൻഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ കുറിച്ചിട്ടാണ്. 3 യൂണിറ്റ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. ബിൽഡിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ, നെക്സ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജസ്.
അപ്പൊ നമുക്ക് ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് സപ്പോർട്ട് സിസ്റ്റം ഫോർ മാനേജ്മെന്റ് ഡിസിഷൻസ് ആണ്. അതില് ഡാറ്റാബേസ് റിസോഴ്സ് മാനേജ്മെന്റ്, നെക്സ്റ്റ് 4 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡാറ്റ വെയർ ഹൗസിംഗ് ആൻഡ് ഡാറ്റ മൈനിങ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ലാസ്റ്റ് വൺ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഐ ടിയിൽ വന്നിട്ടുള്ള ട്രെൻഡ്സ് ഏതൊക്കെയാന്നുള്ളതും കൂടെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് MMPC 009 ആണ്. മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. അതിനെ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിങ് ആണ് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ്, അത് 4 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്താന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് പ്രോസസ് സെലക്ഷൻ പറയുന്നുണ്ട്. പിന്നെ ഫെസിലിറ്റീസ് ലൊക്കേഷൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഫെസിലിറ്റീസിലെ ലേഔട്ടും മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും എങ്ങനെയാന്നുള്ളതും അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ് വരുന്നത്. അതും 4 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ മാസ് പ്രൊഡക്ഷൻ, നെക്സ്റ്റ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ ബാച്ച് പ്രൊഡക്ഷൻ, നെക്സ്റ്റ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ, നെക്സ്റ്റ് വൺ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ പ്രൊജക്ട്സ്. ഇത്രയാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഇനി തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് കപ്പാസിറ്റി പ്ലാനിങ്, വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. 3 യൂണിറ്റ് ആയിട്ടാണ്. കപ്പാസിറ്റി പ്ലാനിങ് പറയുന്നുണ്ട്, വർക്ക് ആൻഡ് ജോബ് ഡിസൈന്, അതുപോലെ തന്നെ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ്. ഇത്രയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഇനി ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് വരുന്നത്. 3 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. 3 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പർച്ചേസ് സിസ്റ്റം, അതുപോലെ തന്നെ പ്രൊസീജിയർ ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡർഡൈസേഷൻ, കോഡിഫിക്കേഷൻ ആൻഡ് വെറൈറ്റി റിഡക്ഷനെ കുറിച്ചിട്ട് നമ്മൾ അവിടെ പറയും. വേസ്റ്റ് മാനേജ്മെന്റ് എന്താന്നുള്ളതും അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഈ നെക്സ്റ്റ് MMPC 010 ആണ് വരുന്നത്. മാനേജീരിയൽ എക്കണോമിക്സ് ആണ് നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത്. 4 ബ്ലോക്ക് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മാനേജീരിയൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ്, നെക്സ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്, പ്രൈസിങ് ഡിസിഷൻസ്. ഇത്രയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു മാനേജീരിയൽ എക്കണോമിക്സിനകത്ത് വരുന്ന സമയത്ത് 3 യൂണിറ്റ് ആണ്. സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്താന്ന് പറയും. എക്കണോമിക്സിന്റെ സ്കോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു ഫോമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഡിസിഷൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ബേസിക് കൺസെപ്റ്റും അതുപോലെ തന്നെ ടെക്നിക്സും നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി സെക്കൻഡ് ബ്ലോക്ക് ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ് ആണ്. 3 യൂണിറ്റിലാണ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യാം. ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഒരു അനാലിസിസും ആ ഒരു ചാപ്റ്ററിനകത്ത് വരും. പിന്നെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ളത് പറയും. അതേപോലെ തന്നെ ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇത്രയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഇനി തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ആണ്. ഇവിടെയും തന്നെ 3 യൂണിറ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയും. അതുപോലെ തന്നെ ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസും ലോങ് റൺ കോസ്റ്റ് അനാലിസിസിനെ കുറിച്ചും അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ലാസ്റ്റ് ബ്ലോക്ക് പ്രൈസിംഗ് ഡിസിഷൻ ആണ് വരുന്നത്. 4 യൂണിറ്റിനകത്താണ് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി. ഇനി നെക്സ്റ്റ് പ്രൈസിംഗ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് പ്യുവർ മോണോപ്പൊളി. നെക്സ്റ്റ് പ്രൈസിംഗ് അണ്ടർ മോണോപ്പൊളിസ്റ്റിക് ആൻഡ് ഒളിഗോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ലാസ്റ്റ് വൺ പ്രൈസിംഗ് സ്ട്രാറ്റജീസ്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ആ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് MMPC 011 ആണ്. സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് എന്നാണ് പേപ്പറിന്റെ പേര്. നമ്മൾ 4 ബ്ലോക്ക് ആണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ, സെക്കൻഡ് ഇൻട്രാപേഴ്സണൽ പ്രോസസ്, നെക്സ്റ്റ് ഇന്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് പ്രോസസ്, നെക്സ്റ്റ് വൺ എമർജിംഗ് ട്രെൻഡ്സ്. ഇനി ഓരോ ബ്ലോക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളത് നമ്മൾ 3 യൂണിറ്റിലായിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ആദ്യം ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ഒരു കൺസെപ്റ്റ് പഠിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ അപ്രോച്ചസ് ഏതൊക്കെ എന്നുള്ളത് പറയും. പിന്നെ എങ്ങനെയാണ് ഇത് ഇവാലുവേഷൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ ഇവല്യൂഷൻ എങ്ങനെയാന്നുള്ളതും കൂടെ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. ഇനി സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ പ്രോസസ് ആണ് വരുന്നത്. അവിടെ നമ്മൾ 4 യൂണിറ്റിലായിട്ടാണ് ഇതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പേഴ്സണാലിറ്റി എന്താണ്, വാല്യൂസ് എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, എങ്ങനെയാണ് നമുക്ക് ലേണിംഗും നമ്മുടെ ബിഹേവിയർ ഒക്കെ എങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ളത് പഠിക്കും. പിന്നെ പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ മോട്ടിവേഷൻ. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് തേർഡ് ബ്ലോക്ക് ഇന്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് പ്രോസസ് ആണ് പറയുന്നത്.
ഇത് നമ്മൾ 3 യൂണിറ്റ് ആയിട്ടാണ് പഠിക്കുന്നുണ്ടാവുക. ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ടീം ബിൽഡിംഗ്, എങ്ങനെ നമുക്ക് ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ ടീമും ഒക്കെ ബിൽഡ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ കോൺഫ്ലിക്ട് ആൻഡ് നെഗോസിയേഷൻ സ്ട്രാറ്റജീസ് പഠിക്കും. അതുപോലെ തന്നെ ജോബ് സ്ട്രെസ് എന്താണെന്നുള്ളത് അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. ഇനി ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ആണ്. അവിടെ നമുക്ക് 5 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. എംപ്ലോയി എംപവർമെന്റ് എന്താണ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഇൻക്ലൂസീവ്നെസ്, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ്, പോസിറ്റീവ് അപ്രോച്ച് ടു വർക്ക് ബിഹേവിയർ, ഇത്രയും കാര്യങ്ങളായിരിക്കും അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് MMPC 012 ആണ് വരുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് പേപ്പറിന്റെ പേര് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. അതിനകത്ത് നമ്മൾ 3 യൂണിറ്റ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. ആദ്യം സ്ട്രാറ്റജി എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറയും. പിന്നെ അതിന്റെ സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്ന് പറയും. അതുപോലെ തന്നെ അതിന്റെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ അനാലിസിസ് ആണ് വരുന്നുണ്ടാവുക. 3 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനകത്ത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കോമ്പറ്റീവ് അനാലിസിസ് എന്താണ് വരുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്റേണൽ എൻവയോൺമെന്റൽ അനാലിസിസ് എന്താണ് എന്നുള്ളതും നമ്മളിവിടെ പറയുന്നുണ്ടാകും. ഇനി തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി ആണ്. അവിടെ 3 യൂണിറ്റിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് ലെവൽ സ്ട്രാറ്റജി, കോമ്പറ്റീവ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി. 3 സ്ട്രാറ്റജീസ് ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ ആണ് വരുന്നത്. 4 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലോക്ക് പഠിക്കുന്നുണ്ടാവാം. ആദ്യം ഇംപ്ലിമെന്റേഷൻ ബിഹേവിയർ ഡയമെൻഷൻസിൽ നമ്മൾ എങ്ങനെയാണ് അതിന് ഇംപ്ലിമെന്റ് ചെയ്യുക, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, കൺട്രോളും അതുപോലെ തന്നെ അതിന്റെ ഇവാലുവേഷനും ആയിരിക്കും നമ്മൾ അതിനകത്ത് പഠിക്കുക. നെക്സ്റ്റ് MMPC 013 ആണ്. ബിസിനസ് ലോ എന്ന് പറയുന്ന പേപ്പർ ആണ്. അതിന്റെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് ബിസിനസ് ലോ ആണ്. അതിനകത്ത് എന്താണ് ബിസിനസ് ലോ എന്നുള്ള ഒരു 2 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് പഠിക്കുക. എന്താണ് ബിസിനസ് ലോ, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്കിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് വരിക. ഇനി അതിന്റെ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബിസിനസ് ഫോംസ് ആൻഡ് ലെജിസ്ലേഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് പാർട്ണർഷിപ്പ് ആക്ട് 1932 ആക്ട് എന്തൊക്കെയാണ് പറയുന്നത്, അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് 2 യൂണിറ്റ് ആയിട്ടാണ് നമ്മളത് പഠിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ബിസിനസ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. അത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺട്രാക്ട് ഓഫ് സെയിലും രണ്ടും നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ടാവും. ഇനി അതിന്റെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ബിസിനസ് ആണ് പറയുന്നത്. അത് 3 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ബാങ്കിങ്, അതുപോലെ തന്നെ അതിന്റെ അലൈഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റും അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് റെഗുലേഷൻസ് പറയുന്നുണ്ട്. പിന്നെ ഇൻസോൾവൻസി അതുപോലെ തന്നെ ആക്ട് എന്താണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതിന്റെ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് ആണ്. അതിന് 2 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും അതുപോലെ തന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി ആണ് അതിനകത്ത് പറയുന്നുണ്ടാവുക. ഇനി ലാസ്റ്റ് ബ്ലോക്ക് 6 ആണ്. ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് പറയുന്നത്. 3 യൂണിറ്റിലായിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ കമ്പനി ലോയെ കുറിച്ച്, കോമ്പറ്റീഷൻ ലോയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോയെ കുറിച്ചിട്ടും അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് പേപ്പർ ആയിട്ടുള്ള MMPC 014 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ഓവർവ്യൂ ആണ്. 4 യൂണിറ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, പിന്നെ ടൈം വാല്യൂ ഓഫ് മണി, റിസ്ക് ആൻഡ് റിട്ടേൺ, വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഇനി സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ്. ഇത് നമ്മൾ 3 യൂണിറ്റിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിന്റെ മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ ആണ്. അത് 4 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ലിവറേജ് അനാലിസിസ്. ഇത്രയാണ് ആ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ്. അത് 2 യൂണിറ്റിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഡിവിഡൻഡ് തിയറീസും ഉണ്ട്, അതുപോലെ തന്നെ ഡിവിഡൻഡ് പോളിസീസും നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ടാവും. ഇനി ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എമർജിംഗ് ഇഷ്യൂസ് ഇൻ ഫിനാൻസ് ആണ്. അതിനകത്ത്
2 യൂണിറ്റിലാണ് നമ്മൾ പഠിക്കുന്നത്. ബിഹേവിയറൽ ഫിനാൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങും. ഇങ്ങനെ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് വരുന്നുണ്ടാവുക. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ സെക്ഷനിൽ ഞാൻ മാത്രമല്ല ഉള്ളത്, നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സെക്ഷനിൽ നിന്നുള്ള വാണി മാം നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ടിങ്ങിനായിട്ട് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള സുനീറ മാമും നമ്മുടെ കൂടെ ഈ ഒരു സെക്ഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പ്രോഗ്രാം കംപ്ലീഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയും ആണ് നമുക്ക് നമ്മുടെ സിലബസുമായിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിലബസ് ആണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത് എന്നുള്ള ഒരു സിലബസ് ആണ് നമ്മളിപ്പം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങളെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ വാണി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു മാം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. അസൈൻമെന്റ്സും ഉണ്ട്, ടേം ആൻഡ് എക്സാമിനേഷനും ഉണ്ട്. അസൈൻമെന്റ്സ് നമ്മൾ പ്രാധാന്യമില്ലല്ലോ, സാധാരണ ക്വസ്റ്റ്യൻസ് തരുന്നു, എന്തെങ്കിലും എഴുതി വെച്ചാൽ പോരെന്നൊരു തോന്നൽ വന്നേക്കാം. പക്ഷേ ഇഗ്നോയില് അസൈൻമെന്റ്സിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം ഒരു സബ്ജക്റ്റിന്റെ നമ്മുടെ ജയവും തോൽവിയും നിർണ്ണയിക്കാൻ പോലും നമ്മുടെ അസൈൻമെന്റിന് സാധിക്കും. അപ്പൊ ഇഗ്നോയില് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടോ അത്രയും അസൈൻമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ 7 പേപ്പറാണ് പഠിക്കാനുള്ളത്, 7 അസൈൻമെന്റ്സ് ഉണ്ട്. അതേപോലെ സെക്കൻഡ് സെമ്മിലും 7 പേപ്പറാണ്, അതുകൊണ്ട് തന്നെ 7 അസൈൻമെന്റ്സ് ഉണ്ട്. ഓവറോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 14 സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, 14 അസൈൻമെന്റ്സ് നമ്മൾ എഴുതി വെക്കണം. അപ്പൊ ഇഗ്നു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് വർഷത്തിൽ 2 തവണയാണ്, ജൂണിലും ഡിസംബറിലുമായിട്ട്. അപ്പൊ അസൈൻമെന്റ്സ് വെക്കുമ്പോഴും അതേ രീതിയിൽ തന്നെ ഇപ്പൊ ജൂൺ സർക്കിളിൽ എക്സാം അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഏപ്രിൽ 31 അസൈൻമെന്റ് വെക്കണം. അതേപോലെ ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒക്ടോബർ 31 അസൈൻമെന്റ് വെക്കണം. ഈ ഡേറ്റിന് മാറ്റമൊന്നുമില്ല, ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അസൈൻമെന്റ്സ് എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണ്. അവിടെ ലോങ് എസ്സേയും ഷോർട്ട് എസ്സേസും ആണ് നമ്മൾ എഴുതുന്നത്. 10 തൊട്ട് അല്ലെങ്കിൽ 20 മാർക്കിന്റെ അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അസൈൻമെന്റ്സിന് നമുക്ക് പൊതുവെ ചോദിക്കുന്നത്. അസൈൻമെന്റ്സ് എല്ലാം ഹാൻഡ് റിട്ടൺ ആണ്, കൈകൊണ്ട് എഴുതി യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്, അസൈൻമെന്റ്സ് വൺസ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കുക. ഐതർ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുത്ത് കയ്യിൽ വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫോണിലും ഫോട്ടോസ് എടുത്തിട്ട് ഒരു PDF ആയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. കാരണം ഈ അസൈൻമെന്റ്സിലെ പല ക്വസ്റ്റ്യൻസും നമുക്ക് പ്രീവിയസ് ഇയർ എക്സാംസിൽ ചോദിക്കാറുണ്ട്. അത് നമുക്ക് ഇൻ സോർട്ട് ഓഫ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം ഫ്യൂച്ചറിൽ. കൂടാതെ തന്നെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റഡി സെന്ററിൽ നിന്നും അക്നോളേജ്മെന്റ് റെസിപ്റ്റ് മസ്റ്റ് ആയിട്ടും നിങ്ങൾ കൈപ്പറ്റണം. കാരണം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു, നമുക്ക് എപ്പോഴും അസൈൻമെന്റ്സിന്റെ റിസൾട്ട് ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത്. ഇപ്പൊ നമുക്ക് അസൈൻമെന്റിന്റെ മാർക്ക് വന്നില്ല, ഗ്രേഡ് കാർഡിൽ ആയിട്ടും അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടും അസൈൻമെന്റ്സിന്റെ മാർക്ക് ഒന്നും വന്നിട്ടില്ല. നമ്മളപ്പോ സ്റ്റഡി സെന്ററിൽ ചെന്ന് ചോദിക്കുന്നു, ഞാൻ അസൈൻമെന്റ് വെച്ചതാണല്ലോ, എന്റെ മാർക്ക് വന്നിട്ടില്ല. അപ്പൊ അവര് നിങ്ങളോട് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അക്നോളജ്മെന്റ് റെസിപ്റ്റ് കാണിച്ചാട്ടെ. കാരണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റഡി സെന്ററിൽ നിന്ന് അന്നേ ദിവസം തന്നെ നിങ്ങൾ അക്നോളജ്മെന്റ് ഷീറ്റ് സൈൻ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരണം. അതിനൊരു PDF ഫോർമാറ്റ് ഉണ്ട്, അതൊരു ഫോമാണ്, അത് നിങ്ങൾക്ക് തരാം. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ തരുന്ന കൂട്ടത്തിൽ അക്നോളജ്മെന്റ് ഷീറ്റിന്റെ ഒരു കോപ്പിയും കൂടെ തരാം, ഒരു PDF ആണ്, അത് തരാം. ഇൻ കേസ് അത് കയ്യിലില്ല എങ്കിൽ, കൊണ്ടുപോകാൻ മറന്നു പോവുകയാണെങ്കിൽ ചില സ്റ്റഡി സെന്റേഴ്സിൽ അത് അവൈലബിൾ ആണ്. അതും അല്ല എങ്കിൽ ഒരു A4 ഷീറ്റിന് പേപ്പറിനകത്ത് ഏത് ദിവസമാണോ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത് അന്നേ ദിവസത്തെ ഡേറ്റ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സിന്റെ എല്ലാം കോഡും എഴുതി അവിടെ നിന്ന് ഒരു സൈനും സീലും വാങ്ങിക്കാം. പിന്നെ വളരെ ചുരുക്കം സ്റ്റഡി സെന്റേഴ്സ് ഈ അക്നോളജ്മെന്റ് ഷീറ്റ് സൈൻ ചെയ്ത് കൊടുക്കാറില്ല. കേരളത്തിൽ 1, 2, 3 സെന്റേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് വരുന്നുമുണ്ട്. ഇൻ കേസ് ബാക്കി കിട്ടുന്നിടത്തു നിന്നെല്ലാം നിങ്ങൾ മാക്സിമം ഈ അക്നോളജ്മെന്റ് ഷീറ്റ് നിങ്ങൾ കൈപ്പറ്റുക. കാരണം അത് നമ്മുടെ എവിഡൻസ് ആണ്. വൺസ് മാർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റഡി സെന്ററിൽ കൊണ്ട് കാണിക്കാൻ, അതല്ല ഫ്യൂച്ചറിൽ ഗ്രിവൻസസ് എന്തെങ്കിലും ഫയൽ ചെയ്യണമെങ്കിൽ പോലും നമ്മൾക്ക് ആവശ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ അക്നോളജ്മെന്റ് ഷീറ്റ് ആണ്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് കൈപ്പറ്റുക. പിന്നെ യൂണിവേഴ്സിറ്റി പറയുന്ന ഫോർമാറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് കിട്ടും. ആ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്റർ നമ്മുടെ അസൈൻമെന്റ് കറക്റ്റ് ചെയ്ത് നമ്മൾക്ക് തരും എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. പക്ഷെ 1 മന്തിനുള്ളിൽ ഒന്നും പോസിബിൾ ആവാറില്ല. അസൈൻമെന്റ്സിന്റെ റിസൾട്ട്, ടേമിന്റെ എക്സാംസിന്റെ റിസൾട്ട് വന്ന് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇഗ്നോയിൽ അസൈൻമെന്റിന്റെ റിസൾട്ട് വരാറുണ്ട്. പക്ഷെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കിട്ടുന്ന അസൈൻമെന്റിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത്
ചെയ്ത് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ അക്നോളജ് റെസിപ്റ്റും കൊണ്ട് ചെന്നാൽ നിങ്ങൾക്ക് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് കൈപ്പറ്റാം എന്നാണ് യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് പറയുന്നത്. അങ്ങനെ കൈപ്പറ്റുന്ന അസൈൻമെന്റ്സ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് തരുന്ന അസൈൻമെന്റ്സിന്റെയാണ് TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അതിപ്പം സ്റ്റഡി സെന്ററിൽ നിന്നൊന്നും ഇങ്ങനെ കിട്ടാറില്ല. പിന്നെ നമ്മുടെ അസൈൻമെന്റിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% ആണ്. നമ്മൾ PG ഹോൾഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അസൈൻമെന്റിന് സെപ്പറേറ്റ് ആയിട്ട് 100-ൽ 40 മാർക്ക് നമ്മൾക്ക് കൈപ്പറ്റിയാൽ മാത്രമേ നമ്മൾ ആ ഒരു അസൈൻമെന്റിൽ ജയിക്കൂ. അങ്ങനെ എഴുതിയിട്ട് അല്ലെങ്കിൽ കിട്ടിയാലേ നമുക്ക് ആ ഒരു ടേം ആൻഡ് എക്സാമിനേഷനിൽ നമ്മൾ പാസ് ആവത്തുള്ളൂ. അപ്പൊ അസൈൻമെന്റിന് സെപ്പറേറ്റ് ആയിട്ട് 40% മാർക്ക് നമ്മൾ വാങ്ങിക്കണം. അതേപോലെ ടേം ആൻഡ് എക്സാമിനേഷനും സെപ്പറേറ്റ് ആയിട്ട് 40% മാർക്ക് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങിച്ചിരിക്കണം. ഇൻ കേസ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു, നമുക്ക് 40% മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർക്കിളിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം സൈക്കിളിലേക്ക് ഫ്രഷ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ അത് എഴുതി നമ്മൾ അസൈൻമെന്റ് റീസബ്മിറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ 40% മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ എന്ത് പറ്റൂ, നമുക്ക് അസൈൻമെന്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അസൈൻമെന്റ് എന്ന് പറയുന്നത് എത്ര സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടോ അത്രയും അസൈൻമെന്റ്സ് നമുക്ക് ഉണ്ടാവും. അസൈൻമെന്റ്സ് എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണ്, ഹാൻഡ് റിട്ടേൺ ആണ്. അസൈൻമെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എപ്പോഴും നമ്മൾ കയ്യിൽ വെക്കുക. ദെൻ ആഫ്റ്റർ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ അക്നോളജ്മെന്റ് ഷീറ്റ് സ്റ്റഡി സെന്ററിൽ നിന്ന് കൈപ്പറ്റുക. പിന്നെ അങ്ങനെ കറക്റ്റ് ചെയ്ത് കിട്ടുന്ന അസൈൻമെന്റ്സിനെയാണ് നമ്മൾ TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അസൈൻമെന്റിന്റെ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 40%. ഔട്ട് ഓഫ് 100-ൽ 40%, 100-ൽ 40 മാർക്കാണ് അസൈൻമെന്റ് പാസ് ആവാൻ നമുക്ക് വേണ്ടത്. അടുത്തത് ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ TE, ടേം ആൻഡ് എക്സാമിനേഷൻ. അത് വർഷത്തിൽ 2 തവണയാണ്, ജൂണിലും ഡിസംബറിലും. നിങ്ങൾ Jan 25 ബാച്ചാണ്. Jan 25 ബാച്ചുകാർക്ക് എക്സാം വരുന്നത്, ഫസ്റ്റ് സെമ്മിന്റെ എക്സാം വരുന്നത് ജൂണിലും സെക്കൻഡ് സെമ്മിന്റെ എക്സാം വരുന്നത് ഡിസംബറിലുമാണ്. കഴിവതും എല്ലാവരും ജൂണിൽ തന്നെ എക്സാം എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മളുടെ കോഴ്സിന്റെ പീരീഡ് എന്ന് പറയുന്നത് 2 to 4 years ആണ്, 2 തൊട്ട് 4 വർഷം വരെയാണ്. പക്ഷെ ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതത് സെമസ്റ്ററിൽ പരീക്ഷ ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം January 25 ബാച്ചിന്റെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം വരുന്നത് ജൂണിലും സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം വരുന്നത് ഡിസംബറിലുമാണ്. ജൂണിൽ എക്സാം എഴുതുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചിലായിരിക്കും. മാർച്ച് ഫസ്റ്റ് വീക്ക് തൊട്ട് എക്സാം രജിസ്ട്രേഷന്റെ ലിങ്ക് ഓപ്പൺ ആയിരിക്കും. അത് എന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് വെച്ചാൽ എക്സാം രജിസ്ട്രേഷൻ എന്നാണോ നമുക്ക് ആ ഒരു ലിങ്ക് എനേബിൾ ആവുന്നത് വിത്തിൻ 2 വീക്സിനുള്ളിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്കൊരു സെലക്റ്റീവ് ഓപ്ഷൻ കിട്ടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളിടത്ത് പോയി എഴുതേണ്ടി വരും. അപ്പൊ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സീറ്റ് നമുക്ക് അവൈലബിൾ ആവത്തില്ല ടേം ആൻഡ് എക്സാമിനേഷൻ. അപ്പൊ 7 സബ്ജക്ട് ഉള്ളിടത്ത് ചിലപ്പോൾ 5 സബ്ജക്റ്റിനോ 4 സബ്ജക്റ്റിനോ ഒക്കെ നമുക്ക് സീറ്റ് കിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ലേൺ ബൈസി നിങ്ങളെ കറക്റ്റ് ആയിട്ട് അറിയിക്കും. ആ ടൈമിൽ തന്നെ നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ജൂണിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഓപ്പൺ ആവുന്നത് മാർച്ചിലും, ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ലിങ്ക് ഓപ്പൺ ആവുന്ന ടൈം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കും ആയിരിക്കും. അപ്പം ലിങ്ക് എനേബിൾ ആവുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ ടൈമിൽ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ നമുക്ക് പ്രാക്ടിക്കലോ കാര്യങ്ങളോ വരുന്നില്ല. പിന്നെ നമുക്ക് 3rd സെമസ്റ്ററിൽ ഒരു പ്രൊജക്ട് വരുന്നുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് വൈവാവോസി ഒന്നുമില്ല. നിങ്ങളുടെ സെന്ററിൽ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വൈവ ഒന്നുമില്ല. നമ്മൾ പ്രൊജക്ട് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്ത് അപ്രൂവലായി ഡയറക്റ്റ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ടേം ആൻഡ് എക്സാമിനേഷന്റെ പാസ് മാർക്കാണ്. ടേം ആൻഡ് എക്സാമിനേഷന്റെ പാസ് മാർക്ക് MBAക്കാർക്ക് 50% മാർക്കാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ കാണും, 50%. കാരണം എല്ലായിടത്തും PGക്ക് 50% ആണ് റെഗുലർ മോഡില്. ഇപ്പൊ ഇഗ്നോയില് ടേം ആൻഡ് എക്സാമിനേഷന് 50% മാർക്ക് വേണ്ടത് MBAക്കാണ്. ബാക്കി MCOMകാർക്കൊക്കെ 40 മതി, ഇവിടെ 50 വേണം. പക്ഷെ ആ 50 എന്നുള്ളതിന് നമുക്കൊരു കൺസെഷൻ ഉണ്ട്. അസൈൻമെന്റിന് Aയോ Bയോ കിട്ടുകയാണെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷന് എബോവ് 40 ആണെങ്കിൽ നമ്മൾ ജയിക്കും. അസൈൻമെന്റിന്റെ പ്രാധാന്യം ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. അസൈൻമെന്റിന് അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റ് എഴുതി വെക്കുക. അസൈൻമെന്റിന് Aയോ Bയോ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു എഴുതി വായിക്കുന്ന പരീക്ഷയ്ക്ക് ഒരു 42 മാർക്ക് സ്കോർ ചെയ്താലും നമുക്ക് ജയിക്കാനുള്ള സാധ്യതയല്ല, ജയിക്കുന്നു. നമുക്കൊരു ഗ്രേഡ് സിസ്റ്റം ആണ്. ജയിക്കാൻ വേണ്ട ഗ്രേഡ് എന്ന് പറയുന്നത് C ആണ് ഓവറോൾ. പക്ഷെ അസൈൻമെന്റിന് Aയോ Bയോ കിട്ടുകയാണ് എങ്കിൽ എഴുതി വാങ്ങിക്കുന്ന പരീക്ഷയ്ക്ക് D ഗ്രേഡ് 40% ആണ് D ഗ്രേഡ് എന്ന് പറയുന്നത്.
ഡി കിട്ടിയാലും ഓവറോൾ ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് സി ആയിപ്പോലും. അപ്പൊ അസൈൻമെന്റ്സ് എഴുതുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അസൈൻമെന്റ്സ് എഴുതുക. ഈവൻ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മൾ പാസ് ആയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടേമിലേക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്ത് റീഅപ്പിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. പിന്നെ ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ മാർക്ക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ മാർക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മൾ എഴുതി എത്രയാണോ വാങ്ങിച്ചത് അതിന്റെ 70%, അതിന്റെ അസൈൻമെന്റ്സിൽ നമുക്ക് എത്രയാണോ കിട്ടിയത് അതിന്റെ 30% എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അസൈൻമെന്റിന്റെ പ്രാധാന്യം എഗെയിൻ ഇവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അസൈൻമെന്റ്സിന്റെ എത്രയാണോ 100 അസൈൻമെന്റ്സിന് എത്ര മാർക്കാണോ കിട്ടിയത് അതിന്റെ 30%, ടേം എൻഡ് എക്സാമിനേഷൻ എഴുതി നമ്മൾ എത്ര മാർക്കാണോ വാങ്ങിച്ചത് അതിന്റെ 70% എടുത്തിട്ടാണ് ഓവറോൾ ഒരു സബ്ജക്റ്റിന്റെ ഗ്രേഡ് നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പൊ അസൈൻമെന്റ്സിന് അതുപോലെ പ്രാധാന്യമുണ്ട്. അസൈൻമെന്റ്സ് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് പറഞ്ഞിരിക്കുന്ന അത്രയും പേപ്പർ തന്നെ എഴുതി നിങ്ങൾ അസൈൻമെന്റ് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ടൈം ടേബിൾ ആണ്. ടൈം ടേബിളിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. ടൈം ടേബിൾ ഫസ്റ്റ് സെമിന്റെ ടൈം ടേബിൾ ആണ് ഇത് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ കാണാം February 3 ഇന്ന് തൊട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. സിലബസ് ഡീകോഡിങ് ഇന്നാണ്. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇവിടെ 2 ടൈം കാണിച്ചിട്ടുണ്ട്, 10 അതേപോലെ 7:30 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, മിസ്സേ ഒരു ടൈം തരാമോ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു ദിവസം എന്തുമാത്രം പോർഷൻസ് പഠിക്കണം എന്നൊക്കെ ചോദിക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ടൈം നമ്മൾ എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ജോലിയൊക്കെ ഉള്ള അല്ലെങ്കിൽ എൻഗേജ്മെന്റ്സ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടൈം നിങ്ങൾ നോക്കണ്ട, ആ ഒരു ദിവസം ഈ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇന്ന് തൊട്ടാണ് വീഡിയോസ് കണ്ടു തുടങ്ങേണ്ടത്. പഠിക്കുന്നത് നേരത്തെ തൊട്ട് തുടങ്ങിയവരുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ആരെങ്കിലും തുടങ്ങിയിട്ടില്ല എങ്കിൽ അവർ മസ്റ്റായിട്ടും ഇത് ഫോളോ ചെയ്ത് തുടങ്ങുക. അപ്പൊ ഇന്ന് നമ്മൾ കാണേണ്ടത് നമ്മുടെ MMPC 001 മാനേജ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ പ്രോസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതേപോലെ യൂണിറ്റ് 1ന്റെ വീഡിയോയും യൂണിറ്റ് 1ല് ലെസൺ 1ന്റെ വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണേണ്ടത്. അപ്പൊ എന്ന് തീരും നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്ക്? February 5 നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് തീരും. ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ഓരോ ദിവസം ഓരോ യൂണിറ്റ്സ് വൈസ് വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ടിട്ട് February 5 ശേഷമാണ് നമുക്ക് ലൈവ് സെഷൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ February 5 നമ്മുടെ ഓറിയന്റേഷൻ കഴിയാത്തത് കൊണ്ട് ഓറിയന്റേഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓറിയന്റേഷൻ നമുക്കൊരു February 13 ശേഷമായിരിക്കും കഴിയുന്നുണ്ടാവുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ MMPC 1ന്റെ ബ്ലോക്ക് 1ന്റെ ലൈവ് റിവിഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ലൈവ് റിവിഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് Monday to Saturday ഇൻ ബിറ്റ്വീൻ ഓഫ് 7 to 9 ആണ്. 7 തൊട്ട് 9, രാത്രി 7നും 9നും ഇടയ്ക്ക് 1 മണിക്കൂറായിരിക്കും. അപ്പൊ ഈ ലൈവ് റിവിഷൻ സെഷൻ ആണ്. ഇപ്പൊ റെക്കോർഡഡ് വീഡിയോസിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ലൈവ് റിവിഷനകത്ത് നമ്മൾ എക്സാമിന് വരുന്ന കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും റിവിഷനിൽ പറഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പൊ അതിന് മുമ്പായിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ട് വേണം ലൈവിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇല്ല എങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് February 3 സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ബ്ലോക്ക് 5 തീരുന്നു. ഒരു ദിവസം 2 വീഡിയോസ് വെച്ച് കണ്ടാൽ മാത്രമേ നിങ്ങൾ നോക്കുക നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ ഫുള്ള് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ ഇത് തന്നിരിക്കുന്നത് നമുക്ക് മെയ് വരെ ഫസ്റ്റ് നമ്മുടെ സെമ്മിന്റെ ടൈം ടേബിൾ ആണ് തന്നിട്ടുള്ളത്. February 3 തൊട്ട് തുടങ്ങുന്ന ടൈം ടേബിൾ എൻഡ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴാണ് നോക്കുക, May 20 എൻഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സബ്ജക്ട് എന്ന് പറഞ്ഞ MMPC 001 മാനേജ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. നോക്കുക, നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് ഏതാണ്? ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് February 18 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ MMPC 007 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്താണ്? അക്കൗണ്ടിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ആണ്. മൂന്നാമതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് HR ആണ്. March 5 HR സ്റ്റാർട്ട് ചെയ്യുന്നത്. March 5 സ്റ്റാർട്ട് ചെയ്യുന്ന HR
മാർച്ച് 12 പന്ത്രണ്ടല്ല 15 തീരുന്നുണ്ട്. നോക്കുക, മാർച്ച് 15 തീരുന്നു. നിങ്ങൾ ഈ ഇടയ്ക്ക് ഒരു എന്താണ് ഗ്രീനിഷ് കളറിൽ കാണുന്നത് ലൈവ് സെഷൻസിന്റെ ടൈം സ്കെഡ്യൂൾ ആണ്. ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ 4 സെഷനൊക്കെ ലൈവ് സെഷൻസ് വെച്ച് നമുക്ക് തീർക്കാനുള്ളതേ ഉള്ളൂ നമ്മുടെ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കളർ ചേഞ്ചിൽ തന്നിട്ടുള്ളത് ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈമാണ്. ഏകദേശം അതേ ടൈമിൽ തന്നെ നിങ്ങളുടെ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യും. എപ്പോഴും ലൈവ് സെഷൻസ് ഈ ഒരു പോർഷൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ലൈവ് സെഷൻസ് വരാറുള്ളൂ. ബ്ലോക്ക് വൈസ് ആയിരിക്കും ലൈവ് വരുന്നുണ്ടാവും. പിന്നെ ഏതെങ്കിലും ബ്ലോക്കിൽ നമുക്ക് യൂണിറ്റ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലൈവ് സെഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. 2-3 സെഷൻസ് വരാറുണ്ട്. അക്കൗണ്ടിങ്ങും ക്യൂറ്റിയും ഒക്കെ വരുമ്പോൾ ഒരൊറ്റ സെഷൻ കൊണ്ട് നമുക്ക് ഒരു ബ്ലോക്ക് ഒന്നും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ആ ടൈമിൽ മാത്രം നമ്മൾ 2 സെഷൻസ് ഒക്കെ എടുത്തായിരിക്കും ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അടുത്തത് നമുക്ക് നാലാമതായിട്ട് വരുന്ന സബ്ജക്ട് അക്കൗണ്ടിങ്ങും, 5-മതായിട്ട് നമുക്ക് വരുന്നത് ഓർഡറിൽ തന്നെയാണ്. 5-മതായിട്ട് നമുക്ക് വരുന്നത് ക്യൂറ്റി ആണ്. നിങ്ങൾ ആ ക്യൂറ്റിയുടെ ലൈവ് സെഷൻസിന്റെ ആ ഒരു ടൈം സ്കെഡ്യൂൾ നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് MMPC 6 ആണ്. മാർക്കറ്റിംഗും അതേപോലെ തന്നെ അടുത്തത് മാർക്കറ്റിംഗ് കഴിഞ്ഞ ബിസിനസ് എൻവിറോൺമെന്റ് ആണ്. MMPC 003 ആണ്. ഇത്രയും പഠിച്ച് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ ടൈം അനുസരിച്ചിട്ട് മെയ്യിൽ നമ്മുടെ പോർഷൻസ് ലൈവ് റിവിഷൻസ് എല്ലാം കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ പഠിക്കുകയാണ്. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം എഗെയിൻ റിവൈസ് ചെയ്യുകയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇന്ന് തന്നെ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും. ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ പഠിച്ചു പോവേണ്ടതാണ്. ക്ലിയർ ആണോ ടൈം ടേബിൾ ഷെയർ ചെയ്തത്? ഹലോ മാം, മ്യൂട്ട് ആണോ? ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇത്രയും നേരം നമ്മൾ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ നോക്കി. ഇനിയിപ്പോ അടുത്ത നമ്മൾ വെർച്വലി ആണ് നമ്മുടെ പ്രോഗ്രാം എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റഡീസ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ വെർച്വലി ആണ് ചെയ്തു പോകുന്നത്. നമ്മൾ ഇനിയും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷണൽ ആയിട്ടല്ല എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, അതേപോലെ ലൈവ് സെഷൻസ് ഉണ്ട്. ഈ ലൈവ് സെഷൻസ് ഒക്കെ ഏതെങ്കിലും ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ആ ടൈമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ പറ്റിയില്ല എങ്കിലും ഇഷ്യൂസ് ഒന്നുമില്ല. അതിന്റെയും വീഡിയോസ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആക്കുന്നുണ്ട്. പിന്നെ വാല്യൂ ആഡഡ് നോട്ട് ഉണ്ട്, വാൻ എന്ന് പറയും. കാരണം വളരെ ഷോർട്ട് ഫോമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലഘുവായിട്ട് ഒരു 1-2 സെന്റൻസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ എക്സാം PDF, എക്സാം സ്പെഷ്യൽ ഗൈഡ്. എക്സാം പീഡിയ എന്ന് പറഞ്ഞാൽ എക്സാം പീഡിയക്കകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലോക്ക് ആയിക്കോട്ടെ, അതിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അവൈലബിൾ ആക്കുന്നതാണ് എക്സാം പീഡിയയും അതേപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡും എന്ന് പറയുന്നത്. പിന്നെ 4-മതായിട്ട് ഗൈഡ് ബുക്ക്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങളുടെ ആപ്പിനകത്ത് സ്റ്റിൽ ഇപ്പോഴേ അവൈലബിൾ ആണ്. ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഗൈഡ് ബുക്ക് അവൈലബിൾ ആണ്. അസൈൻമെന്റ് July 24, Jan 25 എന്ന് കിടക്കുന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സ് അവൈലബിൾ ആണ്. വൺസ് ഓറിയന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. ആപ്പിനകത്ത് അവൈലബിൾ ആണ്. PDF ഫോർമാറ്റിൽ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ എഴുതി വെക്കാവുന്നതാണ്. നെക്സ്റ്റ്, മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട്. ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ലേൺ വൈസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്സും കാര്യങ്ങളും എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ തന്നെ PYQ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഈ PYQ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ PYQ തന്നെയാണ്. PYQല് ലേൺ വൈസിൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ഒരു 4-5 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിനെ നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് റിവൈസ് ചെയ്യുന്നു. അപ്പൊ ആ PYQല് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണ് ഏത് ബ്ലോക്കാണ്, ഏത് യൂണിറ്റ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് മാർക്കിനുള്ള പാർട്ട് വരുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് വളരെ ഡയഗ്രാമാറ്റിക് ആയിട്ട് പിക്ചറൈസ് ചെയ്താണ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ മോഡൽ എക്സാംസ് എല്ലാവർക്കും ഉള്ളൊരു ഇഷ്യൂ ആണ്. ഞങ്ങൾ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് അല്ലെങ്കിൽ ബ്രേക്ക് എടുത്തിട്ടാണ് മിസ്സേ പഠിക്കുന്നത്. അപ്പൊ എക്സാംസിനെ എങ്ങനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അത് എഴുതണം, ടൈം മാനേജ്മെന്റ് എന്നുള്ള പല ഡൗട്ട്സ് നിങ്ങൾക്ക് കാണും. അപ്പോൾ ഇഗ്നുവിന്റെ കറക്റ്റ് നിങ്ങളുടെ ഇഗ്നുവിന്റെ എക്സാംസിന്റെ അതേ സെയിം ഇതിൽ തന്നെ ആ ഒരു ടൈമിൽ തന്നെ 100 മാർക്സിന് നമ്മൾ 3 മണിക്കൂർ ദൈർഘ്യമുള്ള
മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. 3 hours തന്നെയാണ്. ആ ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്ത് പോകാൻ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ എഴുതാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അത് നമ്മൾ എക്സാം ഫോക്കസ് ചെയ്ത് എക്സാമിന് മുമ്പായിട്ട് നമ്മളത് ഫിക്സ് ചെയ്യാറുണ്ട്. പിന്നെ ഇഗ്നു എക്സാം ഹെൽപ്പ് ഡെസ്ക് എക്സാമിനെ ബേസ് ചെയ്ത് എക്സാംസിന്റെ എന്താണ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തരും. കൂടാതെ തന്നെ എക്സാം രജിസ്ട്രേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഹോൾ ടിക്കറ്റിന്റെ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഇ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം പല കുട്ടികൾക്കും അറിയാം എന്താണ് ഇ എന്നുള്ളത്. ലാംഗ്വേജ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് MBA പോലുള്ള കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ലാംഗ്വേജ് ആണ് ബേസിക് സ്കിൽ എന്ന് തന്നെ പറയുന്നത്. അപ്പൊ ആ ലാംഗ്വേജിൽ വരുന്ന കൺസ്ട്രൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഡെയിലി ടാസ്ക് അലോട്ട് ചെയ്തിട്ട് വൺസ് ഇൻ എ വീക്ക് ലൈവ് സെഷൻസ് ഷെഡ്യൂൾ ചെയ്ത് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നടത്തുന്ന സെഷൻസ് ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ കോ കരിക്കുലർ ഇവന്റ്സ് ആണ്. നമ്മൾ എല്ലാ ഫെസ്റ്റിവൽസും ഈവന്റ്സ്, ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം നമ്മൾ ഈ ഒരു വിർച്വലി നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻസ് നമ്മൾ നടത്താറുണ്ട്. അതിൽ ഫസ്റ്റ് കിട്ടുന്ന സ്റ്റുഡൻസിനൊക്കെ നമ്മൾ എന്താ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോ കരിക്കുലർ ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. പഠിത്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇതിന്റെ കൂടെ ഇങ്ങനെയുള്ള എൻഗേജ്മെന്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊരു കരിയർ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ട് ആഫ്റ്റർ MBA അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് നെക്സ്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള സെഷൻസും വർക്ക്ഷോപ്സും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം ലേൺവൈസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളാണ്. അടുത്തത് Q&A ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അസൈൻമെന്റിലോ പേയ്മെന്റ് റിലേറ്റഡോ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ സെഷനിൽ ക്ലിയർ ചെയ്യാം. EP എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. അത് ലേൺവൈസ് സ്റ്റുഡൻസിനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കോംപ്ലിമെന്ററി കോഴ്സ് ആണ്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കിഡ്സിനോടൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ലാംഗ്വേജ് അറിയാതിരിക്കാം, നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതാൻ അറിയാം, പക്ഷെ പറയാൻ വേർഡ്സ് കിട്ടാത്തൊരവസ്ഥയൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്കൊരു ബേസിക് ആണ്, ബേസ് എന്നല്ല, ബേസ് ലെവൽ ഉള്ളവർക്ക് ഒരു അഡ്വാൻസ് ലെവലിലേക്ക് സക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെഷനാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന്റെ 3rd ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ അറിയിക്കും. കാരണം നിങ്ങൾ ജോയിൻ ചെയ്തതിന് തൊട്ട് മുമ്പാണ് അതിന്റെ സെഷൻസ് ഫുള്ള് എൻഡ് ചെയ്തത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഇനി ആരെങ്കിലും ടെസ്റ്റ് ചെയ്യാനോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. 3rd സെഷൻസ് ആയിട്ടില്ല, 3rd ബാച്ചിങ് സെഷൻസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ, ലേൺവൈസിന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കയറി നോക്കാനാണ്, പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് വരുന്ന അനുസരിച്ച് നിങ്ങളെ അറിയിക്കാം. മാം, ജൂണിലത്തെ ടേം ആൻഡ് എക്സാമിനേഷന് അസൈൻമെന്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏതാണ്? April 31st. ഇപ്പോൾ തന്നെ ഇഗ്നോയുടെ പോർട്ടല് ഈ ജൂണിലേക്കുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയം ക്വസ്റ്റ്യൻസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണോ? നിങ്ങളുടെ ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നമുക്ക് പോർട്ടലിലും അത് അവൈലബിൾ ആണ്. സ്റ്റുഡന്റ് പോർട്ടലാണോ? സ്റ്റുഡന്റ് പോർട്ടലിനകത്ത് അസൈൻമെന്റ്സ് വരത്തില്ല, ഇഗ്നോയുടെ വെബ്സൈറ്റിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരും. സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പോർട്ടലിൽ വെച്ചിട്ടുണ്ട്. അതെ, സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ അസൈൻമെന്റ് July 24 Jan 25 എന്നുള്ള ഫോൾഡർ എടുത്താൽ നിങ്ങൾക്ക് കാണും. പക്ഷെ ആപ്പിലെ കണ്ടന്റുകൾ ഒന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും, ക്വസ്റ്റ്യൻസ് എല്ലാം PDF ആയിട്ട് അയച്ചു തരും. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. എക്സാം ഒക്കെ പാസ്സാവും, പഠിച്ചാൽ ഏത് എക്സാമും പാസ്സാവും, പഠിക്കാതൊന്നും പാസ്സാവത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അസൈൻമെന്റ് ഇല്ലേ, നമ്മളിപ്പോ ഓരോരോ അയാളോരോ ഉദ്ദേശിച്ചുള്ള എഴുതുക, നമ്മുടെ എന്താണ്? ഐഡിയ അസൈൻമെന്റ്, നമ്മുടെയൊക്കെ ഒരു ഐഡിയ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുക.
ഓരോരുത്തരുടെ കഴിവ് നല്ല കൺസൾട്ട് ചെയ്യാം. ഐ മീൻ നമ്മളെ ഓരോരോ കാര്യങ്ങളിലാണ് ലൈക്ക് ഇന്നയാൾ ഇന്ന രീതിക്ക് ചെയ്തെന്നുള്ള ഉണ്ടാകുന്നു. അസൈൻമെന്റ് നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് അല്ലേ MBA എന്ന് പറയുമ്പോൾ. അപ്പം അതിൻ്റെതായ രീതിയിൽ നമ്മൾ എഴുതി വെക്കണം. അതേപോലെ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഏത് രീതിയിൽ എഴുതി വെക്കണ്ടേ. ഇപ്പം ഒരു A4 ഷീറ്റ് പേപ്പർ വേണം. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 സെന്റിമീറ്റർ, റൈറ്റ് സൈഡിൽ നിന്ന് 2 സെന്റിമീറ്റർ, ടോപ്പും ബോട്ടും 2 സെന്റിമീറ്റർ എടുത്ത് ബോക്സ് ആകൃതിയിലാക്കി ബോക്സ് ആകൃതിയിൽ മാർജിൻ വരച്ചിട്ട് വേണം അസൈൻമെന്റ് എഴുതാൻ. അത് ഡബിൾ പഞ്ച് ചെയ്താ വെക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാനൊന്നും പറ്റില്ല. നമ്മുടെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അസൈൻമെന്റ്സിൽ അങ്ങനെ കൊടുക്കാനുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്കെച്ച് പെൻ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുമായിരുന്നു. ഇത് പ്രൊഫഷണൽ ആണ് നമുക്ക് ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞ MBA. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാം. ആവശ്യമില്ലാതെ സ്കെച്ച് പെൻ ഒന്നും അധികം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻസ് ഉപയോഗിച്ചിട്ട് വേണം അസൈൻമെന്റ്സ് എഴുതാൻ. ഒരിക്കലും ജെല്ലോ ഇങ്ക് പെന്നോ ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അയച്ചു തരും നമ്മൾ. ആ ഇൻസ്ട്രക്ഷൻസ് അതേപോലെ വായിച്ച് അതിന്റെ കൂടെ ഒരു ഓഡിയോ മെസ്സേജും വരും മെന്ററിന്റെ സൈഡിൽ നിന്ന്. അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എഴുതുക, വൺ സൈഡ് ആയിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. വളരെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട നീറ്റ്നെസ് ആണ്. ചില കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് വരയിടാത്ത പേപ്പറിൽ എഴുതാൻ അറിയത്തില്ല മിസ്, റൂൾഡ് പേപ്പറിൽ എനിക്ക് എഴുതാൻ അറിയത്തുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട അതിനുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ എടുക്കണം. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻ പേപ്പറിനകത്ത് മാർക്കർ ഇട്ട് റൂൾഡ് ആക്കിയിട്ട് അതിന്റെ മണ്ടയ്ക്ക് വെച്ച് എഴുതുകയൊക്കെ ചെയ്യുക. കാരണം നീറ്റ്നെസ്സിന് വാല്യൂ കൊടുക്കും ആരായാലും ശരി. ആ ഹാൻഡ് റൈറ്റിംഗിന്റെ ഭംഗിക്കായിരിക്കത്തില്ല, ആ പേപ്പർ പ്രസന്റ് ചെയ്തിരിക്കുന്ന നീറ്റ്നെസ്സിന് നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ നമ്മൾ 20 മാർക്കിന്റെ ഒരു എസ്സേ എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണോ നമ്മൾ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ അസൈൻമെന്റ് എഴുതണം. അതിന് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക തന്നെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടന്റ്സ് എന്തൊക്കെയാണോ വേണ്ടത് അതിനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ ആ പോയിന്റ്സ് ആയിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഡയഗ്രമായിട്ട് അതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ആ പോയിന്റ്സിനെ ഒന്ന് 1 or 2 സെന്റൻസിൽ ഒന്ന് ഇലാബറേറ്റ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ അതിനൊന്ന് കൺക്ലൂഡ് ചെയ്തെഴുതുക. ഇതാണ് 20 മാർക്കിന്റെ എസ്സേയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ അസൈൻമെന്റിൽ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനിഷ്യലി എല്ലാവർക്കും ഡൗട്ട് കാണും. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നിങ്ങളുടെ ആപ്പിൽ എനേബിൾ ആക്കി തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യാം, ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്ത് എഴുതാം. പിന്നെ ഈ ചോദിച്ച ആളുടെ പേര് എനിക്കറിയത്തില്ല. അപ്പം താങ്കൾക്ക് താങ്കളുടേതായ രീതിയിൽ ആൻസർ എഴുതാം. പക്ഷെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ എഴുതണം എന്നാണ്. ഇതിന് കറക്റ്റ് ആൻസർ എഴുതണം. ആ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ലേൺവൈസിന്റെ ഗൈഡ് ബുക്ക് ചെക്ക് ചെയ്താൽ മതി. അതിന് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് അതേപോലെ കോപ്പി ചെയ്യണമെന്ന് ആരോടും പറയില്ല കേട്ടോ. കഴിവതും കോപ്പി ചെയ്യാതിരിക്കുക. അതും ടെക്സ്റ്റിന്റെ SLMസിന്റെ കാര്യങ്ങളോടൊന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പഠിച്ചു പോകാനും സാധിക്കും. ഹലോ മിസ്, നമുക്ക് ഈ നോട്ട്സിന്റെ ആണെങ്കിൽ PDF ആയിട്ട് കിട്ടുമോ? അസൈൻമെന്റ് ഗൈഡ് ബുക്ക് PDF ആയിട്ട് കിട്ടുമെന്നാണ്? അല്ല, നോട്ട്സ് ഇല്ല, SLMന്റെ ഓരോ ഇല്ല, സബ്ജക്ട് ആപ്പിലെ ഒരു ബേസ്. കണ്ടന്റ് നമുക്ക് PDF ആയിട്ട് കിട്ടത്തില്ല. ആപ്പിനകത്താണ് അവൈലബിൾ. നമുക്ക് നോക്കി എഴുതി നമുക്ക് വീഡിയോ റെക്കോർഡഡ് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന നമുക്ക് അന്നേരം PDF കൂടെ നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതാ ചോദിച്ചത്, അങ്ങനെ കിട്ടുമോ എന്നുള്ളത്. ഇല്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഇതൊക്കെ PDF ആയിട്ടൊക്കെ കിട്ടും. ടെക്സ്റ്റിന്റെ കണ്ടന്റ് ഒക്കെ PDF ആയിട്ട് എടുക്കാം. ആപ്പിൽ അവൈലബിൾ ആക്കുന്ന കണ്ടന്റ്സ് ഒന്നും അങ്ങനെ നമ്മൾ PDF ആയിട്ട് കൊടുക്കാറില്ല. പിന്നെ മെന്റേഴ്സ് എടുക്കുന്ന സെഷൻസ് ആണെങ്കിൽ അതിൻ്റെത് അവര് കൊടുക്കാറുണ്ട്. മെന്റേഴ്സ് എടുക്കുന്നത് മാത്രം, ഫാക്കൾട്ടിയുടെ ഒന്നും കിട്ടാറില്ല. മെന്റേഴ്സ് എടുക്കുമ്പോൾ ഈ ലൈവ് എടുക്കുന്നതിന്റെ ഇമ്പോർട്ടന്റ്. അതേപോലെ ഓരോ സെഷൻസ് കഴിയുന്നവരും ഓരോ സബ്ജക്റ്റിന്റെ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. നമുക്ക് ആപ്പിനകത്താണെങ്കിൽ 3 PDF ആയിട്ടല്ലേ കിടക്കുന്നത്, SLM വേറെ 2 ഇത്. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് നോക്കി പഠിക്കേണ്ടത് ഏതാ? മറ്റേ 2 PDF ആയിട്ടുള്ളത് ചെറിയ ഷോർട്ട് നോട്ട്സ് പോലുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. SLM തന്നെയാണോ നമ്മൾ നോക്കണ്ടേ മെയിൻ ആയിട്ട് പഠിക്കാൻ? SLM നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ കേട്ടോ. SLM എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെയാണ്. SLM എന്ന് പറയുന്നത് അത് ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ടെക്സ്റ്റ് വായിക്കാം, അല്ലെങ്കിൽ SLM നോക്കാം. കാരണം ഫോൺ അധികം നോക്കുന്നത് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ മതി. രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ഈ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത് SLM അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് കണ്ടതിന് ശേഷം വീക്ക് വൈസ് നമ്മൾ റിവൈസ് ചെയ്യുമല്ലോ പോർഷൻസ്. അപ്പൊ റിവൈസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് വാല്യൂ ആഡഡ് നോട്ട് നോക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് മെയിൻ പോയിന്റ്സ് എല്ലാം അവിടെ റിവൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ടൈം കുറവാണ്. കാരണം ഒരു വട്ടം പഠിച്ച കാര്യങ്ങൾ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ടൈം നമുക്ക് പോവല്ലേ. പിന്നെ തുറന്നു പറയുവാണെങ്കിൽ
നിങ്ങൾക്ക് MBA-ക്കാർക്ക് പഠിക്കാൻ ധാരാളമുണ്ട്. ഒരു വർഷം 14 പേപ്പറാണ് പഠിക്കാനുള്ളതെന്ന് ആലോചിക്കുക. ബാക്കി ഇപ്പൊ MCOM-കാർക്കൊക്കെ 8 പേപ്പറൊക്കെ വരുന്നിടത്ത് നിങ്ങൾക്ക് 14 പേപ്പർ ഒരു വർഷം പഠിക്കാനുണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ പിന്നെ ടഫായിട്ടും കാര്യങ്ങളും ഒന്നുമില്ല. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, കൊമേഴ്സ് എന്നല്ല, ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായാലും നിങ്ങളുടെ ഒരു പേപ്പർ നിങ്ങളിവിടെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പം ആർക്ക് വേണേലും പഠിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ പഠിക്കണം, നമ്മൾ സമയം കണ്ടെത്തണം. ഈ തന്നിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ചിട്ട് ഒരു ദിവസം 2 വീഡിയോസ് എങ്കിലും വെച്ച് കണ്ടുപോവുക. 1 അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആവണം. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാം. അതല്ല, അതിന് സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ കറക്റ്റ് സമയത്ത് അസൈൻമെന്റ്സ് എഴുതി വെക്കാം. അസൈൻമെന്റ്സ് എഴുതി വെച്ചിട്ട് പരീക്ഷയുടെ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. PYQവും എക്സാം ഗൈഡും ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ്സിനകത്ത് എപ്പോഴും ഒന്നെങ്കിൽ ഒരു വലിയൊരു കേസ് സ്റ്റഡി ആയിരിക്കും വരുന്നുണ്ടാവുക. ആ കേസ് സ്റ്റഡിയെ ബേസ് ചെയ്തിട്ട് ഒരു 10 മാർക്കിന്റെ ഒരു 20 ക്വസ്റ്റ്യൻ ഒക്കെ വന്നേക്കാം. അതല്ലെങ്കിൽ 20 മാർക്കിന്റെ 5 ക്വസ്റ്റ്യനെ വരാറുള്ളൂ. 20 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അസൈൻമെന്റിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. മാം, ഒരു ഡൗട്ട്. നമുക്ക് കിട്ടുന്ന ടോപ്പിക്സ് ഡിഫറെന്റ് ആയിരിക്കും അസൈൻമെന്റ്സിന് എല്ലാവർക്കും? അല്ല അല്ല, എല്ലാവർക്കും ഒറ്റ ടോപ്പിക്കാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ലേ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഇടുന്നേ. ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് ഒന്നുമില്ല. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ് അസൈൻമെന്റിന്റെ. നിങ്ങളുടെ ബാച്ചിലെ എല്ലാവരും എഴുതുന്നതാണ്, ഇന്ത്യക്കകത്ത് എല്ലാവർക്കും. ഇല്ല, നമ്മൾ ഇന്ത്യക്കകത്ത് ഡിഫറെന്റ് ടോപ്പിക്സ് അല്ലേ ഇതായിരുന്നു, അതാ ഒരു ഡൗട്ട്. സെയിം സബ്ജക്ട് ആണെങ്കിലും ടോപ്പിക്സ് ഡിഫറെന്റ് ആയിരിക്കില്ലേ? ഇല്ല, അസൈൻമെന്റ്സിന് അങ്ങനെയല്ല. ഒറ്റ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. വാട്സപ്പ് ഗ്രൂപ്പിൽ മാം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എത്ര വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്? 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒരു 6 പേജ് വരണം. അപ്പൊ 10 6 മാർക്കിന്റെ ആണെങ്കിൽ പേജ്, 3 പേജ്. 3 അല്ല 4 എന്ന് ഉദ്ദേശിച്ചോളൂ. 3 ഒതുക്കി പറയില്ല. കാരണം ഒരു അസൈൻമെന്റ് 30 പേജിന് മുകളിൽ പോകണം. ഒരു അസൈൻമെന്റ് 30 പേജിന് മുകളിൽ പോകണം. ഇത്ര എഴുതിയാലേ നമുക്ക് A അല്ലെങ്കിൽ B. കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി തരുന്ന ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ 26 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് തരുന്നത്. 100 മാർക്കിന് 26 പേജ് 3 മണിക്കൂർ എഴുതണം എന്ന് യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ അസൈൻമെന്റ് ഇച്ചിരൂടെ കൂടുതലല്ലേ എഴുതാൻ പാടുള്ളൂ. A അല്ലെങ്കിൽ B, MBA-ക്കാര് A അല്ലെങ്കിൽ B, ഇത് 2 ഗ്രേഡേ അസൈൻമെന്റിന് ഉദ്ദേശിക്കാവും. അതിന്റെ താഴെ ഒരു ഗ്രേഡ് നമ്മൾ നോക്കണ്ട. മാക്സിമം നല്ല രീതിയിൽ അസൈൻമെന്റ്സ് എഴുതിക്കോളും. ഒരു 35 തൊട്ട് 40 പേജ് വരുന്ന രീതിയിൽ എഴുതുക ഒരു അസൈൻമെന്റ്. നിങ്ങളുടെ കണ്ടന്റ് അതിലും ഉണ്ട്. നേഴ്സിന്റെ ആപ്പിനകത്ത് തന്നിരിക്കുന്ന കണ്ടന്റ് അതേപടി എഴുതി വെച്ചാൽ 150 എബോവ് പോകും. MMPC 1-ന്റെ ഒക്കെ ആൻസർ ആപ്പിനകത്ത് ഒരു 69 പേജോളം വരുന്നുണ്ട്. അത് അതേപോലെ എഴുതിയാൽ ഉറപ്പായിട്ടും 150 160 എബോവ് പോകും പേജ്. അത്രയൊന്നും ആവശ്യമില്ല. അതൊരു ഗൈഡ് ബുക്കാണ്. ഗൈഡ് ബുക്കായിട്ട് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ റെഫർ ചെയ്യാനായിട്ട്, കറക്റ്റ് ആണോ അല്ലയോ എന്ന് റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഒരു 40 പേജ് വരുന്ന രീതിയിൽ നിങ്ങൾ അസൈൻമെന്റ് എഴുതി വെക്കുക, ഓരോ അസൈൻമെന്റ്സും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് A അല്ലെങ്കിൽ B ഉറപ്പായിട്ടും കിട്ടും. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതണം. ചുമ്മാതെ എന്തെങ്കിലും 40 പേജ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. കറക്റ്റ് ആൻസർ എഴുതണം. ഗൈഡ് ബുക്ക് റെഫർ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ മാം, താങ്ക് യു. ഓരോ അസൈൻമെന്റും 40 പേജ് വെച്ച് എഴുതണം. അതെ അതെ, 30-ന് മുകളിൽ പോകണം. 30-ന് മുകളിൽ പോവാ. 30, 35, 40 റേഞ്ച് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾ കുറച്ച് ഡയഗ്രാം ഒക്കെ ആഡ് ചെയ്യണം. ഇപ്പൊ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 7 ഫംഗ്ഷൻസ് വരുന്നുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ് എന്ന് പറയുന്ന പല ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ ആദ്യം അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യും. പിന്നെ ആഫ്റ്റർ ദാറ്റ് അതിനൊരു ഡയഗ്രാം ആയിട്ട് കൊടുക്കുക. ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ ഒരു ഹാഫ് പേജ് പോയില്ലേ. അതിന് അത് കഴിഞ്ഞിട്ട് ആ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്ലാനിങ് എന്താണ് അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം. ദെൻ ഓർഗനൈസിങ് എന്താണ് ഇലാബറേറ്റ് ചെയ്യാം. അങ്ങനെ എഴുതി പോവുക. അങ്ങനെ എഴുതിയിട്ട് അതിനെ അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തു പോകണം. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൽ അത്രയും പിക്ചറൈസേഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും, നീറ്റ് ആയിരിക്കും. നോക്കുന്ന ആൾക്കും മനസ്സിലാവും ഏകദേശം എല്ലാ കണ്ടന്റും അവിടെ വന്നിട്ടുണ്ട്, സ്കോർ കിട്ടും. കംപ്ലീറ്റ് എക്സാംസ് നമുക്ക് ഈ ഒരു ഹോൾ സെമ്മിൽ എഴുതാം. അതല്ല എങ്കിലും 4 വർഷത്തിനുള്ളിൽ ഇത് ക്ലിയർ ചെയ്താൽ മതി. ഇപ്പം എന്തെങ്കിലും ഇപ്പൊ ചില പുറത്തുള്ളവർക്കൊക്കെ ടൈമും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വരില്ല. 3 എണ്ണം ആയിരിക്കാം. അപ്പം ആ 3 എണ്ണം അറ്റൻഡ് ചെയ്തിട്ട് പോവാം. കഴിവതും അസൈൻമെന്റ്സ് കറക്റ്റ് ആയിട്ട് വെച്ച് പോവാം. അസൈൻമെന്റ് 1 ടൈം ആണ്. വൺസ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത്
ഗ്രേഡ് കാർഡിൽ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് എഴുതാൻ നിങ്ങൾ നിൽക്കണ്ട. ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പരീക്ഷ മാത്രമേ എഴുതി പോയാൽ മതി. ഇൻ കേസ് ജൂണിൽ നിങ്ങൾക്ക് 3 പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ബാക്കി 4 നിങ്ങൾക്ക് ഡിസംബറിൽ എഴുതാം. ഡിസംബറിൽ സെക്കൻഡ് സെമ്മിന്റെ എക്സാം എഴുതുന്ന കൂട്ടത്തിൽ എഴുതാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെ എക്സാംസ് വരത്തുള്ളൂ. ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ഉള്ള ദിവസങ്ങളിൽ എന്തായാലും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സെമ്മിന്റെ എക്സാം നിങ്ങൾക്ക് വരത്തില്ല. അത് ഉറപ്പാണ്. ഒരു ദിവസം നിങ്ങൾക്ക് 2 എക്സാം എഴുതേണ്ട ഗതികേട് വരത്തില്ല. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു എക്സാമേ വരത്തുള്ളൂ. ഒരു ഡൗട്ട്, നമ്മളിപ്പോ ഈ അസൈൻമെന്റ്സ് ഒക്കെ വെക്കുമ്പോ നമ്മൾ പുറത്താണെങ്കിൽ എന്ത് ചെയ്യും? അതൊന്നെങ്കിലും നാട്ടിലോട്ട് അയച്ചു കൊടുക്കാം. ഓക്കെ. ഏറ്റവും നമുക്ക് അയച്ചു കൊടുക്കുന്ന ഒന്നെങ്കിൽ ആരുടെയും കയ്യിൽ കൊടുത്തു വിടുക. വീട്ടിലോട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും സിബ്ലിങ്സിന്റെ അടുത്തോ ഫ്രണ്ട്സിന്റെ അടുത്തോ കൊടുത്തു വിടുക. എന്നിട്ട് അവരോട് അത് സബ്മിറ്റ് ചെയ്യാൻ വേണം. ഒരിക്കലും കഴിവതും നിങ്ങൾ സ്റ്റഡി സെന്ററിൽ ഡയറക്റ്റ് അയച്ചു കൊടുക്കരുത്. അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്ട് വെറുതെ ആയി പോവുക. അപ്പൊ കഴിവതും ആരെങ്കിലും നാട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തു വിടും. അല്ലെങ്കിൽ ബൈ പോസ്റ്റ്, നിങ്ങൾ ബൈ പോസ്റ്റ് അയക്കുന്ന വെച്ചിട്ട് കോസ്റ്റ് ആണ്, അത്യാവശ്യം നല്ല ചിലവാണ്. അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ കൊടുത്തു വിടുകയോ അയച്ചു കൊടുക്കുകയോ ചെയ്യുക. നിങ്ങളുടെ വിശ്വാസമുള്ള ഒരാളുടെ അടുക്കെ അവരോട് കൊണ്ടുവെക്കാൻ പറഞ്ഞാൽ മതി. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ ഡയറക്റ്റ് പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അയച്ചു കൊടുക്കാൻ നിൽക്കരുത്. അയച്ചു കൊടുക്കുന്ന സ്റ്റുഡൻസിന്റെ ഒന്നും അത്ര ഷുവറായിട്ട് അങ്ങ് എത്തിയെന്ന് വരില്ല, മാർക്ക് വന്നു എന്ന് വരില്ല. കഴിവതും ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കുക. സ്റ്റഡി സെന്ററിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ സ്റ്റഡി സെന്ററിലും ഉണ്ടാവാറില്ല. ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി സെന്ററിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഉടനെ ഒന്നും ആവത്തില്ല കേട്ടോ, ഇച്ചിരി ടൈം എടുക്കും. ഇപ്പോഴും നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റഡി സെന്ററിൽ നിന്ന് മെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. എല്ലാ സ്റ്റഡി സെന്ററിലും ഇല്ല, 1-2 ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽ അഡ്മിഷൻ എടുത്ത് 2 മാസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. 2 മാസമെങ്കിലും എടുക്കും ടൈം. മാം, നമുക്ക് എൻറോൾമെന്റ് നമ്പർ എപ്പോഴാണ് കിട്ടുന്നത്? ഓൾറെഡി 29th ഞാൻ അഡ്മിഷൻ രജിസ്ട്രേഷനും എല്ലാം ചെയ്തു. അപ്പൊ നമുക്കിനി എൻറോൾ നമ്പർ കിട്ടുന്നത് എപ്പോഴായിരിക്കും? കൺഫർമേഷൻ മെയിലിന് മിനിമം 2 ആഴ്ച എടുക്കും. മിനിമം 2 ആഴ്ച മിനിമം ആണ്. ക്രോസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും അതിൽ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. മെയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെയിലായിട്ട് തന്നെ വരും, അതോ നമ്മൾ ഇഗ്നോയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈറ്റ് ഓപ്പൺ നോക്കണം? ചെയ്യാം. നിങ്ങൾക്ക് വൺസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടുന്നില്ലേ? അതിന്റെ താഴെ ഒരു ലിങ്ക് വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇഗ്നുവിന്റെ. ആ ലിങ്കിൽ കയറി കഴിയുമ്പോൾ യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ആ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് ക്യാപ്ചർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് അറിയുന്ന പോർട്ടലാണ് ഓപ്പൺ ആവുന്നത്. അവിടെ മൈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കറണ്ട് എന്താണ് കാര്യം എന്നുള്ളത്. അപ്പൊ അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എന്താ അപ്ഡേറ്റ്സ് എന്നുള്ളത് അവിടെ വരും. അപ്പൊ അതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റിൽ ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഫോട്ടോയിൽ ക്ലാരിറ്റി ഇല്ല, മാർക്കായിരിക്കാം, അല്ലെങ്കിൽ എന്താണോ അവിടെ ഇഷ്യൂസ് പറയുന്നത് അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലേൺ വൈസ് ത്രൂ അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ് ആണെങ്കിൽ ഇടയ്ക്ക് പോർട്ടലിൽ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലറെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ലേൺ വൈസ് ത്രൂ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അത് ഇവിടുത്തെ അഡ്മിഷൻ വേണ്ടി ക്ലിയർ ചെയ്തു. ഇൻ കേസ് ക്യാൻസലേഷൻ അങ്ങനെയൊന്നും വരത്തില്ല, നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്തതല്ലേ. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കറക്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അല്ലാണ്ട് ക്യാൻസലേഷൻ ഒന്നും പിന്നെ വരത്തില്ലല്ലോ. ക്യാൻസൽ വരുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ MBAക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ 50% മാർക്ക് വേണം. ഡിഗ്രിക്ക് 30% കുറവ് മാർക്ക് വരുന്ന സിറ്റുവേഷൻസിലാണ് അങ്ങനെ വരുന്നത്. അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നോൺ ക്രീമി സർട്ടിഫിക്കറ്റ് ഒക്കെ, കമ്മ്യൂണിറ്റി ആ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചാൽ നമുക്ക് 45% ഒക്കെ ആണെങ്കിലൊക്കെ കയറി പോവാം, കുഴപ്പമില്ല. നമ്മൾ പിന്നെ സ്റ്റഡി സെന്റർ വിസിറ്റ് ചെയ്തിട്ട് എല്ലാം ഉണ്ടോ? എൻറോൾ നമ്പർ കിട്ടിയതിന് സ്റ്റഡി സെന്റർ വിസിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം അവിടെ വാട്സപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് കാര്യങ്ങൾ. പിന്നെ അസൈൻമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അസൈൻമെന്റ് എപ്പോഴും സ്റ്റഡി സെന്റർ എന്താണോ പറയുന്നത് അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. കാരണം ഓരോ സ്റ്റഡി സെന്ററിലും ഓരോ റൂളാണ്. അപ്പൊ അവരെന്താണോ പറയുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്തു പോവുക. അപ്പൊ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വൺസ് അഡ്മിഷൻ എടുത്ത് കൺഫർമേഷൻ മെയിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റഡി സെന്റർ ഒന്ന് പോവുക. സ്റ്റഡി സെന്ററിൽ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കുന്നത് നല്ലത് തന്നെയാണ്. അസൈൻമെന്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എപ്പോഴും എടുക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ്. നമ്മൾ പറയുന്നതെല്ലാം ജനറൽ റോളാണ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞുള്ള അറിവ് നമുക്കുണ്ടല്ലോ, അതെന്തായാലും നിങ്ങളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യും. പിന്നെ എക്സാംസിന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 6 മാസം. ഇപ്പൊ ജൂണിലല്ലേ എക്സാം വരുന്നത് ഫസ്റ്റ് സെമ്മിന്റെ. അത് കഴിഞ്ഞ് അടുത്ത എക്സാം വരുന്നത് ഡിസംബറിലാണ്. അത് കഴിഞ്ഞ് അടുത്ത ജൂൺ.
അത് കഴിഞ്ഞ് അടുത്ത ഡിസംബർ. അങ്ങനെ തന്നെയാണ് ജൂൺ ഡിസംബർ ഈ 2 സമയത്തെ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുള്ളൂ. മാം ഈ ഇതിലുള്ളവരെ സ്റ്റഡീസ് വെച്ചിട്ട് സൈഡ് ആണോ 40 പേര് എന്ന് പറയുന്നത് ടു സൈഡ് ആണോ വൺ സൈഡ്? വൺ സൈഡ് ഒരു പരീക്ഷ മാം ഈ സ്റ്റഡി സെന്റർ ഏതാണ് സെലക്ട് ചെയ്തെന്നുള്ളത് ഓർമ്മയില്ല. അത് നമുക്ക് നോക്കാനുള്ള വഴിയുണ്ടോ? സ്റ്റഡി സെന്റർ ഏതെടുത്തെന്ന് അത് ഇതിൽ നോക്കിയാൽ മതി. നമ്മളുടെ ഞാനിപ്പോ പറഞ്ഞ ആ പോർട്ടലില്ലേ അവിടെ നോക്കി. പിന്നെ കൺഫർമേഷൻ മെയിൽ വരുമ്പോൾ റീജിയണൽ സെന്ററും സ്റ്റഡി സെന്ററിന്റെ പേര് അതിലുണ്ടാവും. ആ ഓക്കെ ഇത് ഓക്കെ ഓക്കെ. ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉടനടി നമ്മൾ റീജിയണൽ സെന്ററിലേക്ക് റിക്വസ്റ്റ് അയച്ചാൽ മതി. മെയിൽ അയച്ചാൽ മതി. നമുക്ക് ഇപ്പൊ ഈ കാണുന്ന പാർട്ടിസിപ്പേഷൻസ് വെച്ചിട്ട് 40 വരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല ഇല്ല വാട്സാപ്പിൽ സ്റ്റഡി സെന്ററിന്റെ ഡിസ്കഷൻ ചെയ്യാനോ എന്തിനെങ്കിലും ഒക്കെ? ഇല്ല. നമ്മൾ വാട്സാപ്പ് ഇല്ല. ലാംഗ്വേജ് വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ല. ഓക്കെ. ഹലോ പോർട്ടല് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് വൺസ് നമ്മുടെ ഇഗ്നുവില് നിങ്ങൾ ശ്രദ്ധിക്കുക. വൺസ് ഇൻ എ വീക്ക് ഇഗ്നുവിന്റെ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇഗ്നുവിന്റെ എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെയിലായിരിക്കും വരുന്നുണ്ടാവും. പിന്നെ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നുവിന്റെ ഒരു മെയിൽ നിങ്ങൾക്ക് വരും, ഒരു യൂസർ ഐഡിയും പാസ്വേഡും. അപ്പം അത് നമ്മൾ എടുക്കും. ഹലോ അതിനകത്ത് ആ സൈറ്റിനകത്ത് നമ്മൾക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്, മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുക കേട്ടോ. പിന്നെ എക്സാംസ് എപ്പോഴും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ്. ഇന്ന് എക്സാം ഉണ്ടെങ്കിൽ നാളെ എക്സാം കാണത്തില്ല. ചിലപ്പോൾ 2 ദിവസമൊക്കെ ഗ്യാപ്പും വരാറുണ്ട് കേട്ടോ. കൂടുതലായിട്ട് എക്സാം എല്ലാം സാറ്റർഡേ സൺഡേയിലൊക്കെയാണോ വരുന്നത്, അതോ അല്ലാണ്ടുള്ള വർക്കിംഗ് ഇല്ല ഡേയിൽ ഇല്ല വരും? സൺഡേ എക്സാംസ് വരാറില്ല. പിന്നെ സ്റ്റഡി സെന്ററിലും നമുക്ക് ഇങ്ങനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്തില്ല, അപ്പൊ നമ്മൾ അത് അറ്റൻഡ് ചെയ്യണോ, അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ? ചില സ്റ്റഡി സെന്ററിൽ അറ്റൻഡ് അങ്ങനെ ഉണ്ടോ? ചെയ്യുന്നത് വളരെ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അവിടെ ഓറിയന്റേഷൻ വെക്കാറുണ്ട്, ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ വെക്കാറുണ്ട്. ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എപ്പോഴായിരിക്കും വെക്കുന്നത്? സ്റ്റഡി സെന്റേഴ്സ് മെയിൽ അയക്കുന്നുണ്ട്. മാം എല്ലാ സബ്ജക്റ്റിന്റെ അസൈൻമെന്റും ഒരു ഡേറ്റിൽ തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അതെ എല്ലാം ഒരുമിച്ചാണ് വെക്കുന്നത്. നമ്മൾ ഈ അസൈൻമെന്റ് A4 സൈസിലോ അല്ലെങ്കിൽ അസൈൻമെന്റ് പേപ്പർ അങ്ങനെ എല്ലാം ഉണ്ടോ? എന്ത് A4 സൈസ് പേപ്പറിൽ അല്ലെങ്കിൽ അസൈൻമെന്റ് പേപ്പറിൽ അങ്ങനെ? അല്ല A4 സൈസ് വെക്കുന്നതാണ്, A4 സൈസ് എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ അസൈൻമെന്റ് പേപ്പർ ഏകദേശം അതേ സൈസ് തന്നെ വരുന്നതാണ്, അതിൽ വെക്കാറുണ്ട് കേട്ടോ. അസൈൻമെന്റ് പേപ്പറിലും വെക്കാറുണ്ട്. കൂടുതലായിട്ട് A4 ഷീറ്റിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ സെഷന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം 8:30 ആവുന്നു, 8 മണി വരെ ഓക്കെ മാം. ആവുന്നു. അപ്പം അവർ കഴിഞ്ഞിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇനി അപ്പം അടുത്തൊരു നമ്മുടെ വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ മെന്ററെ കണക്ട് ചെയ്തോളൂ കേട്ടോ. മെന്റർ ക്ലിയർ സെഷൻ ഉണ്ട്. അപ്പം ഇതിന്റെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൺസേൺ മെന്ററോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അപ്പൊ ഇത് നമ്മളുടെ 3rd സെഷൻ ആയിരുന്നു, 3rd ഓറിയന്റേഷൻ സെഷൻ ആയിരുന്നു. ഇനിയിപ്പോ നമുക്ക് അടുത്ത സെഷൻസ് വരുന്നുണ്ട്. അടുത്ത സെഷൻ എന്ന് പറയുന്നത് 4th സെഷനകത്ത് ലേൺവൈസിന്റെ ആപ്പ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ ആപ്പിനകത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതിലെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്ന ഒരു സെഷനാണ് നെക്സ്റ്റ് നാളെ ഉള്ളത്. ആ ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾ ആരും മിസ്സാക്കരുത്. കാരണം നിങ്ങൾക്ക് ആപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ആ സെഷൻ തരുന്നുണ്ട്. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക, സെഷൻ അറ്റൻഡ് ചെയ്യുക, ഇതേപോലെ തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സെഷനിൽ ചോദിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ യുവർ ജോയിനിങ്. താങ്ക് യു മാം. നമുക്ക് എല്ലാ പ്രാവശ്യവും സെഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പൊ ഇന്നും നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഞാൻ അതൊന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പൊ ആക്ഷൻ ടാസ്ക് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെഷൻ എന്തുമാത്രം മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ സെഷനകത്ത് എന്തുമാത്രം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ആക്ഷൻ ടാസ്ക് പൊതുവെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം, കാണിക്കാം. അപ്പം അതൊന്നും നിങ്ങൾ നോക്കിയിട്ട് എല്ലാ ദിവസവും ചെയ്തതുപോലെ തന്നെ മെന്റർക്കൊന്ന് അത് അയച്ചു കൊടുക്കുക. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്, അത് അതേപോലെ നിങ്ങളുടെ മെന്റർക്കൊന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ അതിൽ ബെസ്റ്റ് ആയിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ആക്ഷൻ ടാസ്ക് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ബാച്ച് വൈസ് ബെസ്റ്റ് പെർഫോമറെ ഒക്കെ സെലക്ട് ചെയ്യാറുണ്ട്.
അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒരു 8 സബ്ജക്റ്റ് അല്ല 7 കോഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 7 കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ ഓരോ കോഴ്സിനെയും പറ്റി നിങ്ങൾക്ക് ഒന്ന് അഡ്വർടൈസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, ഇപ്പം മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് എന്താണ്, അതിനെ നിങ്ങൾ എങ്ങനെ അഡ്വർടൈസ് ചെയ്യും, മാർക്കറ്റിംഗ് എന്താണ്, HR എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ ആ മനസ്സിലാക്കിയതിനെ ബേസ് ചെയ്തിട്ട് ആ ഓരോ സബ്ജക്റ്റിനെ ഒന്ന് ക്രിയേറ്റീവ് ആയിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ എന്താണ് അതിനെ ബേസ് ചെയ്തൊരു ടാഗ് ലൈനോ ചെറിയൊരു ഷോർട്ട് വീഡിയോയോ ഒക്കെ. ഇപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗെറ്റിംഗ് തിങ്സ് ഡു ബൈ അല്ലെങ്കിൽ ഡൺ ബൈ അതേഴ്സ് എന്നാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടാഗ് ലൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കാം. അതേ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 7 അല്ല 14 സബ്ജക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. അപ്പൊ അതിലെ ഏത് സബ്ജക്ട് നിങ്ങൾ ഒരു മാനേജ്മെന്റ് ഫാക്കൽറ്റി ആവുകയാണെങ്കിൽ, അവസാനം MBA ടീച്ചർ അല്ലെങ്കിൽ ഫാക്കൽറ്റി ആവുകയാണെങ്കിൽ, ഇതിൽ ഏത് സബ്ജക്ട് നിങ്ങൾ സെലക്ട് ചെയ്യും, അത് എന്തുകൊണ്ട് സെലക്ട് ചെയ്യും? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ അറിയാവുന്ന സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അത് എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് വരുന്നത് അത് നിങ്ങളുടെ കൺസേൺഡ് മെന്റർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇതും ഈ ഒരു ഡോക്യുമെന്റും ഷെയർ ചെയ്ത് തരും. ഡൗട്ട് ഉള്ളവർ ആ ഡോക്യുമെന്റ് വായിച്ചിട്ട് ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.